காணா நேரம் என் நெஞ்சின் கோலமாறி தள்ளுண்ட என்னை கண்டாரே. தினந்தோறும் வாடி வாடி அழகாய் என் மேல் பாடி முல்லை போல் சில்லில் பூத்தாரே. வாடி அழகாய் என் மேல் பாடி முல்லை போல் சில்லில் பூத்தாரே. ஓ எந்தன் காட்டில் மனம் வீசும் சாரோன் ரோஜாவே, என் முள்ளான வாழ்க்கையில் பூக்கும் லீலி புஷ்பமே, மறையாமல் தோன்றி என்னில் மலரும் நீதியின் சுடரே, அந்தி மாலை பொழுதில் என் மேல் வீசும் தென்ற காற்றே. காட்டில் மனம் வீசும் சாரோன் ரோஜாவே, என் முள்ளான வாழ்க்கையில் பூக்கும் லீலி புஷ்பமே, மறையாமல் தோன்றி என்னில் மலரும் நீதியின் சுடரே. കരം ഉയർത്തി കർത്താവിന് മുഖത്ത് കൊടുക്കാമോ? സ്തോത്രം. അപ്പൊ നിങ്ങളെല്ലാം നോക്കുന്നത് ഞങ്ങളുടെ കൈകളിലാണ് അല്ലേ? ഞങ്ങളുടെ കൈകളിലാണ് നിങ്ങൾ എല്ലാവരും നോക്കുന്നത് അല്ലേ? ആണോ? സ്തോത്രം. ഇതെല്ലാവർക്കും വാങ്ങിച്ചു തരാൻ പറ്റത്തില്ല. പിന്നെ പാസ്റ്റർ എല്ലാവർക്കും വാങ്ങിച്ചു തരാൻ പറ്റത്തില്ല. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഫോണുള്ളവരൊക്കെ ഒന്ന് കരം ഉയർത്താമോ? ഫോണുള്ളവർ ഈ ലൈറ്റ് ഇപ്പോൾ ഇവിടെ ഓഫ് ആകുമ്പോൾ നിങ്ങളുടെ ഫോൺ എന്ത് ചെയ്യണം? എടുക്കണം. അതിന്റെ ഫ്ലാഷ് എന്ത് ചെയ്യണം? ഓൺ ചെയ്യണം. തയ്യാറാണോ? അങ്ങനെ കഴിഞ്ഞ ആണ്ടുകൾ ആരംഭം മുതൽ ഇന്നയോളവും നന്നായി നടത്തി. കഴിഞ്ഞ ആണ്ടുകൾ ആരംഭം മുതൽ ഇന്നയോളവും നന്നായി നടത്തി എന്ന് പറയുമ്പോ കല്ലിൽ തട്ടാതെ കരം പിടിച്ചും തോളിൽ വാഹിച്ചും എന്നപ്പനെ പോലെ കല്ലിൽ തട്ടാതെ ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ആ നല്ല കർത്താവിനെ സ്തുതിക്കുവാൻ എല്ലാവരും എഴുന്നേറ്റ് ആ ഫ്ലാഷ് എല്ലാം ഓൺ ചെയ്ത് എല്ലാ കരകളും ഉയർത്തി പാടാമോ? താലോലിച്ചിടും തായെ പോലെയും. ആ രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അങ്ങേ മാത്രം അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്റെ യേശുവേ, അങ്ങേ മാത്രം ആരാധിക്കുന്നേ. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങൾ ഉയർത്തി അങ്ങേ മാത്രം ആരാധിക്കുന്നേ. ആ കരങ്ങൾ വീശി അങ്ങേ മാത്രം ആരാധിക്കുന്നേ എന്റെ യേശു. ഞാൻ ചോദിച്ചതിലും നിരച്ചതിലും അത്യന്തം പരമായി എന്നിൽ. ഞാൻ ചോദിച്ചതിലും ഒരു ശബ്ദം ഉയർത്തി പാടാമോ? ഞാൻ നിരച്ചതിലും അത്യന്തം പരമായി എന്നിൽ നൽകിയും എൻ കഴിവിനാൽ ഒന്നും നേടിയില്ല. തൻ കൃപയാലെ എല്ലാമേ വീടുന്നതും എൻ കഴിവിനാൽ ഒന്നും നേടിയില്ല ഞാൻ. തൻ കൃപയാലെ എല്ലാമേ വീടുന്നതും അളവില്ലാതെ ഈ നിമിഷം വരെ ഓ
ഹല്ലേലൂയ. കഴിവൻ എല്ലാ കരങ്ങളും ഉയർത്തി. നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, നീ ദൈവമേ, ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധന, സ്തുതി ബഹുമാനവും പുകഴ്ചയുമെന്റെ യേശുവിന് സ്വീകരിപ്പാൻ എന്നും നീയോ. നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ. ഓ റബാല സുഗാലാന്തേരെ അന്റെ ഭാഷയിൽ സ്തുതിക്കുവാൻ റബ്ബാതേരെ. ഓയോ ആരാധനയോ ആരാധന, സ്തുതി ബഹുമാനവും എന്റെ യേശുവിന് മാത്രം. സ്വീകരിപ്പാൻ എന്നും നീ പരിശുദ്ധൻ, നീ പരിശുദ്ധൻ, ദൈവമേ, നീ മാത്രം യോഗ്യനാണ്. യോഗ്യനാ. ഒരിക്കൽ കൂടി ഹോസന. ഹല്ലേലൂയ. കരങ്ങളെ വീശി ചേർന്ന് പാടി കർത്താവിന് മുഖത്ത് കൊടുക്കുക. ഹല്ലേലൂയ. ആ കരങ്ങളെ ചേർത്തടിച്ച് സന്തോഷത്തോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ദൈവം എന്നെ സഹായിക്കട്ടെ. ആമേൻ. 2025 കണ്ട പല ആളുകളും 2026 പൂർത്തീകരിക്കാതെ ഉലകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോ ആയുസോടെ ദൈവം കാത്തതിന് കരമുയർത്തി ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞു. നിങ്ങൾക്ക് ഈ ശുശ്രൂഷകളെ കുറിച്ച് പരിചയമുണ്ട്. നമ്മളൊരു 3-4 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് ഒരു സങ്കീർത്തന ഭാഗം വായിക്കും. 2026 നമ്മൾ വെൽക്കം ചെയ്യും. നമ്മൾ പറഞ്ഞതാണ് സംഭവിക്കാൻ പോകുന്നേ. കൈയടിച്ചൊന്ന് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്തേ. ഇന്ന് രാത്രി നിങ്ങൾ പറഞ്ഞത് സംഭവിക്കാൻ പോകുകയാ. നിന്നെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞ് സംഭവിക്കത്തില്ല. നിന്നെക്കുറിച്ച് നാട്ടുകാർ പറഞ്ഞ് നടക്കുകയില്ല. നിന്നെക്കുറിച്ച് മന്ത്രവാദി പറഞ്ഞ് നടക്കുകയില്ല. നിന്നെക്കുറിച്ച് ആഭിചാരകൻ പറഞ്ഞ് നടക്കുകയില്ല. നിന്നെക്കുറിച്ച് ഓരോരുത്തരും പറഞ്ഞ് നടക്കുകയില്ല. ഇന്ന് രാത്രി യേശു പറഞ്ഞ് നടക്കാൻ പോകുകയാ. ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. നിന്റെ കുടുംബത്തെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്. ഈ രാത്രി നിന്നെ ചുറ്റി വലിഞ്ഞ സകല ആധിപത്യത്തിന്റെ ചങ്ങലയും പൊട്ടിച്ചു കളയാൻ കരുത്തുള്ള ദൈവത്തിന്റെ ശക്തിയുടെ മഹത്വത്തിന് ഹല്ലേലൂയ. സ്നേഹിതരെ, സമയത്തിന്റെ കുറവാണ്. എനിക്ക് 2026 നിങ്ങളിരുന്നേ 2026 ദൂത് പറയണം. കഴിഞ്ഞ വർഷം നമ്മൾ പറഞ്ഞതെല്ലാം സംഭവിച്ചു. ഈ വർഷം എന്നോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒത്തിരി സങ്കടത്തിലായിരുന്നു. ഇന്നത്തെ ദിവസം ശരിക്കും ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഞാൻ ഇവിടെ വന്നതിന് ശേഷം കുറച്ചു നേരം എന്നോട് ഒരാളൊരു ചോദ്യം ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: യേശു എന്തിനാ മനുഷ്യനായത്? യേശു ദൈവമല്ലേ? ദൈവത്തിന് മനുഷ്യനാവേണ്ട ആവശ്യമുണ്ടോ? ദൈവത്തിന് മനുഷ്യനാവേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ദൈവം മനുഷ്യനായേ?
നമ്മെ വീണ്ടെടുക്കാൻ. കേരള ഗവൺമെന്റ് ഒരു ചെറിയ കാര്യം ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി 12 മണി വരെ ബാറുണ്ട്. 12 മണി തുറന്നിട്ടുണ്ട്. ഇവിടെ ഞങ്ങളൊന്നും കുടിക്കാത്തവരാ, പക്ഷേ കുടിക്കുന്നവർക്ക് വലിയ സന്തോഷമാണ്. ഗവൺമെന്റ് ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ട്. നല്ലതാണെന്ന് അവർക്കേ അറിയത്തുള്ളൂ. എന്നാലും നമ്മൾ ആത്മാവിൽ ഉത്സാഹത്തോടിരിക്കുക. കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞു, നമ്മൾ പുതിയ സ്ഥലത്തേക്ക് നമ്മുടെ ആരാധന മാറും. നമ്മൾ ഇങ്ങോട്ട് കയറി. അടുത്ത വർഷം നമ്മൾ സ്വന്തം സ്ഥലത്ത് പോകും. കൈ അടിച്ചൊന്ന് സ്വീകരിച്ചേ. സുരേഷ് പാസ്റ്ററെ, നെക്സ്റ്റ് ന്യൂ ഇയർ നമ്മുടെ സ്വന്തം സ്ഥലത്ത് അഭിഷക്തന്മാര് പറഞ്ഞതുപോലെ 10,000 മനുഷ്യരെ സാക്ഷ്യം നിർത്തി ദൈവം നമ്മളെ കൊണ്ടുവരും. നിങ്ങളുടെ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മുടെ സമയം, എനിക്ക് ദൈവം ഒരു മെസ്സേജ് തന്നിട്ടുണ്ട്. ഇനി 6 മിനിറ്റ് കൂടെ ഉള്ളൂ. എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ടെ. അതിനുശേഷം ഞാൻ നിങ്ങളോട് പുതിയ വർഷത്തിന്റെ സന്ദേശം നിങ്ങളോട് പറയുന്നതാണ്. ദയവായിട്ട് നമ്മൾ പാടി ആരാധിക്കും, ദൈവത്തെ സ്തുതിക്കും, സങ്കീർത്തനം വായിക്കും. എല്ലാ കർത്തൃദാസന്മാരും സ്റ്റേജിലേക്ക് വരണം. ഈ കൊയറിന്റെ അടുത്ത് എല്ലാ ദൈവദാസന്മാരും സ്റ്റേജിലേക്ക് കയറി വരണം. 2026 കയറുന്നത് വഴക്കോടാവരുത്, പരിഭവത്തോടാവരുത്, വാശിയോടാവരുത്, വൈരാഗ്യത്തോടാകരുത്. ഒരു പുതിയ തീരുമാനത്തോടെ ആകണം 2026 കയറണ്ടേ. കർത്താവ് 2026 കുറിച്ച് എൻ്റെ കയ്യിൽ 7 ദൂത് തന്നിട്ടുണ്ട്. എന്നോട് തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വർഷം ദൈവം നിന്നെ ചിലതിനെ അടയ്ക്കാൻ ഉപയോഗിക്കുന്ന വർഷമാണ്. കൈ അടിച്ചൊന്ന് സ്വീകരിക്കാൻ പറ്റുമെന്ന് സ്വീകരിച്ചോ. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, 2026 നിങ്ങൾ ചിലതിനെ നടത്തുന്ന വർഷമാണ്. 2026 നിങ്ങൾ ചിലതിനെ ഓടിക്കുന്ന വർഷമാണ്. നിനക്കെതിരെ വന്ന് കയറിയതിനെയൊക്കെ ഓടിച്ചു കളയാൻ പോവാ. അതിനുള്ള അഭിഷേകം ദൈവം നിങ്ങളുടെ മേൽ പകരും. അതിനുള്ള ദൈവത്തിന്റെ കൃപ നിങ്ങളുടെ മേൽ ദൈവം പകരും. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൈ കൊടുത്ത് അവരോട് ചോദിച്ചേ, വൈരാഗ്യം വല്ലതും ഉണ്ടോന്ന് ചോദിച്ചേ. വൈരാഗ്യം വല്ലതും ഉണ്ടോ? 2-3 പേരെ ചോദിച്ചേ, കൈ കൊടുത്ത് ചോദിച്ചേ, വൈരാഗ്യം വല്ലതും ഉണ്ടോന്ന് ചോദിച്ചേ. അസൂയ ഉണ്ടോന്ന് ചോദിച്ചേ. ആർക്കെങ്കിലും പാര വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടോന്ന് ചോദിച്ചേ. കൈ കൊടുത്ത് ചോദിച്ചോ, പാര വെക്കണമെന്ന് ആഗ്രഹം. ശരി ശരി, ഇനി എന്നെ നോക്കാം. ഇതെല്ലാം നമ്മൾ കുടഞ്ഞു കളഞ്ഞിട്ട് 2026 അഭിഷേകത്തോടെ കയറാൻ പോവാ. ദൈവത്തിന്റെ ശക്തിയോടെ കയറാൻ പോവാ. ദൈവത്തിന്റെ കൃപയോടെ കയറാൻ പോവാ. നിന്റെ കുടുംബം വാഴാൻ പോകയാ. നിന്റെ തലമുറ വാഴാൻ പോകയാ. നിന്റെ വീട് വാഴാൻ പോകയാ. സിംഹത്തിന്മേലും അണലിമേലും നിക്ഷവിട്ടും ബാലസിംഹത്തെ പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. നിന്റെ കുടുംബത്തിനെതിരെ വ്യാപരിക്കുന്നതെല്ലാം ഇന്ന് രാത്രി ഉടഞ്ഞു മാറുന്ന രാത്രിയാണ്. നീ ഒരു ജയാളിയായി മാറുകയാ. നീ ഒരു ജയാളിയായി മാറുകയാ. നീ ഒരു ജയാളിയായി മാറുകയാ. ഉറപ്പുള്ളവരാ കൈയടിച്ച്
ആ കണ്ണുകളെ ഒന്ന് അടച്ച് ആ കരങ്ങളൊന്ന് നെഞ്ചത്തോട് ചേർത്ത് വെച്ച്, എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് ആ കരങ്ങളൊന്ന് നെഞ്ചത്തോട് ചേർത്ത് വെച്ച്, എന്നിട്ട് നിങ്ങളോട് പ്രവചിച്ച് ഇന്ന് ഈ വെളുപ്പിനെ നിങ്ങളോട് പറഞ്ഞ 2026 ഈ തുടക്കത്തിൽ നിങ്ങളോട് പ്രവചിക്കാൻ പറ്റുന്ന എല്ലാ ദൈവത്തിന്റെ മക്കളും നിങ്ങളോട് പ്രവചിച്ച് നിങ്ങളോട് പറഞ്ഞ് ഞാൻ അനുഗ്രഹിക്കപ്പെടാൻ പോവാ, എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോവാ, എൻ്റെ മക്കളും നന്മ അനുഭവിക്കാൻ പോവാ, എൻ്റെ കുടുംബം ആധിപത്യങ്ങളെ ഉടയ്ക്കുന്ന വർഷമാണ്, എൻ്റെ കുടുംബം നന്മയിലേക്ക് വരുന്ന വർഷമാണ്. പ്രവചിച്ച് തുടങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങളോട് അല്പനിമിഷം ഒന്ന് പ്രവചിച്ച് അധരം തുറന്ന് അല്പനിമിഷം നിങ്ങളോട് ഇന്ന് രാത്രിയിൽ പ്രവചിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങളോട് ഇന്ന് രാത്രി അല്പനിമിഷം ഒന്ന് പ്രവചിച്ചു പറഞ്ഞു. പരിശുദ്ധാത്മാവാം ദൈവം എന്നോട് പറയുക, നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വ്യത്യാസങ്ങൾ വരാൻ പോകുകയാ. നിന്റെ തകർച്ച കാണാൻ നോക്കിയിരുന്നവരുടെ നടുവിൽ ഇന്ന് രാത്രി ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകാൻ പോകുകയാ. നീ തകരാൻ തുടങ്ങുക അല്ല കേട്ടോ, നീ ഉടയാൻ പോവല്ല കേട്ടോ. പകച്ചവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കായി ചില അടയാളങ്ങൾ ചെയ്യാൻ പോകുകയാ. ചില ആളുകൾ അടയാളമാകാൻ പോകുകയാ. ചില ആളുകൾ അടയാളമാകാൻ പോകുകയാ. ചില കുടുംബങ്ങൾ അടയാളമാകാൻ പോകുകയാ. 2026 ഒരടയാളത്തിന്റെ വർഷമാണ്. ശക്തനെ അടിയാനവസേ ലേർമവന ഘടക സദന ഘടകശിയ റബ്ബന വൈഡമനക സന്ദര സിംഹത്തിന്മേലും മണലിന്മേലും നീ ചവിട്ടും. ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അവൻ എന്നോട് പറ്റിയിരിക്കയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ വിടുവിച്ചും മഹത്വപ്പെടുത്തും. ഈ രാത്രി അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ വേദപുസ്തകം എടുത്തു തുറന്നേ. 136 സങ്കീർത്തനം നമ്മൾ വായിക്കാനായിട്ട് പോകുകയാണ്. പ്രിയ കർത്തൃദാസൻ ഇപ്പോൾ നമുക്ക് പ്രതിവാക്യമായിട്ട് വായിച്ച് നമ്മെ സഹായിക്കും. ദയവായിട്ട് നിങ്ങൾക്ക് വേദപുസ്തകം തുറക്കാം. വളരെ വേഗത്തിൽ 12 മണി അടുത്തല്ലോ, വളരെ വേഗത്തിൽ നിങ്ങൾക്ക് 136 സങ്കീർത്തനം. ഞാൻ ഓരോ വാക്യം വായിക്കുമ്പോഴും ജനം ഒന്നിച്ച് പറയണം, അവൻ നല്ലവനല്ലോ, അവൻ്റെ എന്നേക്കുമുള്ളത് എന്ന് പറയാം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. ദൈവാദി ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. കർത്താദി കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവന്, ജ്ഞാനത്തോട് ആകാശങ്ങളെ ഉണ്ടാക്കിയവന്, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന്, വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന്, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയവന്, മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന്, ഇവിടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന്, ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ ചെങ്കലിനെ രണ്ടായി ഭജിച്ചവന്, അതിന് നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന്, ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന്, തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന്, മഹാരാജാക്കന്മാരെ സംഹരിച്ചവന്, ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന്, അമോഡ് രാജാവായ സീഹോനെയും ബാശാൻ രാജാവായ ഓഗിനെയും ഇവിടെ ദേശത്തെ അവകാശമായി കൊടുത്തു. തന്റെ ദാസനായ ഇസ്രായേൽ അവകാശമായി തന്നെ നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്, നമ്മുടെ വയലുകൾ നമ്മെ വിടുവിച്ചവന്, സകല ജഡത്തിനും ആഹാരം കൊടുക്കുന്നവന്, സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവേൻ. എന്നേക്കുമുള്ളതാ. കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നല്ലവനല്ലോ, എന്നത് എന്നേക്കുമുള്ളതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
Hallelujah, 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 hallelujah. പ്രിയരേ, നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിച്ച് പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുകയാണ്. 12 മണി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ ബൈബിൾ താത്തു വെച്ചേ. നിങ്ങൾ ആ നിൽക്കുന്ന നിൽപ്പിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് വെക്കാനായിട്ട് പോകുകയാണ്. ഞാനിപ്പോൾ പ്രാർത്ഥിക്കും. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ഒരു സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ടെടുത്ത് വെച്ച് നമ്മൾ 2026 വെൽക്കം ചെയ്യും. എന്നിട്ട് പരസ്പരം കരങ്ങൾ കൊടുക്കും. എന്നിട്ട് നമ്മൾ പ്രവചിക്കും. നിങ്ങൾ പറയുന്നത് സംഭവിക്കും. നിങ്ങൾ പറയുന്നതേ സംഭവിക്കത്തുള്ളൂ. യേശുവിന് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. 2026 താഴ്ചയുടെ വർഷമല്ല, 2026 അത്ഭുതത്തിന്റെ വർഷമാണ്. 2026 നീ തകരുന്ന വർഷമല്ല. 2024 നീ സിംഹത്തിന്മേലും ആടലിന്മേലും ചവിട്ടുന്ന വർഷമാണ്. യോർദാനെ പിരിക്കുന്ന വർഷമാണ്. 2026 ചിലതിനെ ഭേദിക്കുന്ന വർഷമാണ്. 2026 അത്ഭുതത്തിന്റെ വർഷമാണ്. 2026 നിന്റെ കുടുംബം അത്ഭുതങ്ങൾ കാണുന്ന വർഷമാണ്. ചേർന്ന് കരങ്ങൾ അടിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ടെടുത്ത് 2 കരങ്ങളെ ചേർത്തടിച്ച് എല്ലാവരും പ്രാർത്ഥിച്ചൊരു വലിയ കരുണ എന്നെ ചൊരിഞ്ഞ് ചങ്കുവീഴെടുത്ത് കണ്ടാലും ഇത്ര വലിയ കരുണ എന്നെ ചൊരിഞ്ഞ് ചങ്കുവീഴെടുത്ത് കാരകൾ കഴുകി ആളൊഴിഞ്ഞ വീട് പോയിരുന്നെന്റെ ആയുസിനെ രാജകോലാഹലം കൊണ്ടു നിറച്ചു ജീവിപ്പിച്ച് ആനന്ദത്തോടെയാടും ആനന്ദത്തോടെയാടും പാടി വഴി വിട്ടിട്ടോടി സങ്കട കാത്തമ്പിച്ചു ഒറ്റപ്പെട്ടു പോയ കാലം കൂടെ നടന്ന കൂട്ടർ പാതി വഴി വിട്ടിട്ടോടി സങ്കട കാത്തമ്പിച്ചു ഒറ്റപ്പെട്ടു പോയ കാലം സഹകരികൾ വീരാവും പങ്കോ നീരൽ കൂടിയാലും രവിയിലെ ആനന്ദത്തോടെ ആനന്ദത്തോടെയാടും കരുണ എന്നെ ചൊരിഞ്ഞു ചങ്ങാവിഴിഞ്ഞെടുത്ത് കാരകൾ കഴുകി ആളൊഴിഞ്ഞ വീടു പോലിരുന്നെന്റെ ആയുസിനെ രാജകോലാഹലം കൊണ്ടു നിറച്ചു ആനന്ദത്തോടെയാടും കാലുകൾ ആനന്ദത്തോടെയാടും ആനന്ദത്തോടെയാടും കാലുകൾ ആനന്ദത്തോടെയാടും ഭൂഗോളം ഉണ്ടാകും മുന്നേ ഞാനെന്റെ അറിഞ്ഞെന്റെ പണ്ടു എൻ പേര് ചൊല്ലി വിളിച്ചെന്റെ ഓരോളം ഉണ്ടാകും എന്നേ ഞാനെന്റെ അറിഞ്ഞെന്റെ പണ്ടു എൻ പേര് ചൊല്ലി വിളിച്ചെന്റെ ഒരു തമ്പുരാന്റെ കോടാകോടി ദൂതരുമായി എന്റെ കൊച്ചു വന്നു പോകാൻ വരുമല്ലോ ആനന്ദത്തോടെയാടും
2026 അത്ഭുതത്തിന്റെ വർഷമാകട്ടെ. കുടുംബങ്ങൾ വിടുതലായി മാറട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി നടക്കുന്ന വർഷമാകട്ടെ. കുടുംബങ്ങളെ ബാധിച്ച ആധിപത്യങ്ങൾ ഈ രാത്രി ഉണയട്ടെ. ചില പർവ്വതങ്ങൾ മാറിപ്പോകട്ടെ. ചില പർവ്വതങ്ങൾ ശവഭൂമിയാകട്ടെ. ചില പ്രതിസന്ധികൾ ഉടയട്ടെ. പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ദൈവശക്തിയുടെ മഹത്വ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത 2026 അഭിഷേകത്തോടെ തുടങ്ങുന്ന ആത്മാവിന്റെ ശക്തി സംഭവിക്കുന്നു. നിന്റെ ജീവിതം അടിപൊളി മാറുന്നു. സ്നേഹിതരെ, ആ രണ്ട് കരമൊന്ന് ഉയർത്തിപ്പിടിക്കാൻ പറ്റുമോ? ഈ യോഗത്തിൽ ഒത്തിരി സാക്ഷ്യം പറയാനുള്ളവർ വന്നിട്ടുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മഹാദേവർ അയ്യറും അദ്ദേഹത്തിന്റെ കുടുംബം ഇവിടെ വന്നിട്ടുണ്ട്. അവർ ക്ഷേത്രത്തിൽ പോകേണ്ടിയവരാ. പോറ്റി അവിടുന്ന് കുഞ്ഞിനെ കൊണ്ട് ആരാധനയ്ക്ക് വന്നതാ. അദ്ദേഹം വരുമെന്ന് ഞാൻ വിചാരിച്ചല്ല. അദ്ദേഹത്തിന് ഇടയ്ക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് കണ്ണ് പതിരി നോക്കുമ്പോ അദ്ദേഹം പുറകെ നിൽപ്പുണ്ട്. എന്നോട് പരിശുദ്ധാത്മാവ് ഒരു കാര്യം പറയാ, 2026 നീ കേറുന്ന രോഗം കൊണ്ടല്ല, സൗഖ്യം കൊണ്ടാ. 2026 നീ കടക്കുന്ന ഇല്ലായ്മ കൊണ്ടല്ല, അത്ഭുതം കൊണ്ടാ. 2026 നീ കടക്കുന്നത് അസമാധാനം കൊണ്ടല്ല, സമാധാനം കൊണ്ടാണ്. 2026 നിന്റെ കൊത്തളങ്ങളിൽ സമാധാനം ഉണ്ടാകാൻ പോകയാ. നിന്റെ വീടുകളിൽ ദൈവ പ്രവൃത്തി ഉണ്ടാകാൻ പോകയാ. വിവിധ രാജ്യങ്ങളിൽ, കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ, നോർത്ത് ഇന്ത്യയിലുള്ള നമ്മുടെ സഭകൾ, അവിടെ എല്ലാം അവരിപ്പോൾ ന്യൂ ഇയർ ആരാധനയിലാണ്. ആ സ്ഥലങ്ങളെല്ലാം ദൈവം ആദരിക്കേണ്ടതിന് കരമുയർത്തി ദൈവത്തിന്റെ ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ ആ രണ്ട് കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ വർഷത്തെ നിങ്ങളൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചേ. നിങ്ങൾ പറയുന്നത് സംഭവിക്കാൻ പോവാ. നിങ്ങൾ എന്നാ പറഞ്ഞാലും അത് സംഭവിക്കും. നിന്റെ നാവിന് അധികാരമുണ്ട്. നീ പറയുന്നതേ സംഭവിക്കത്തുള്ളൂ. നീ പറയുന്നതേ സംഭവിക്കത്തുള്ളൂ. നിന്റെ ആദരം ദൈവത്തിന്റെ വാക്കാണ്. നിന്റെ നാവ് ദൈവത്തിന്റെ നാവാണ്. നിന്റെ നാവ് കൊണ്ട് നീ പറയുന്നത് സംഭവിക്കാൻ പോകയാ. നിന്നോട് പിശാച് പറഞ്ഞ അല്ല സംഭവിക്കുന്നത്. നിന്നോട് ഡോക്ടർ പറഞ്ഞ അല്ല സംഭവിക്കുന്നത്. നിന്നോട് ദൈവം പറഞ്ഞത് ഇന്ന് രാവിലെ സംഭവിക്കുന്നു. 2026 ജനുവരി മാസം 1-ാം തീയതി 12:20 ദൈവം നിന്നോട് തൂത് പറയുക, ഇത് അത്ഭുതത്തിന്റെ വർഷം. ഉറച്ചൊരാമീൻ പറഞ്ഞേ. ഇത് സൗഖ്യത്തിന്റെ വർഷം. ആ കൈകളെ ഉയർത്തിപ്പിടിച്ചു പറഞ്ഞേ, ഇത് സൗഖ്യത്തിന്റെ വർഷം. ഇതുവരെ പിശാച് പിടിച്ചു നിർത്തിയതല്ല, വിടുവിക്കപ്പെടുന്ന വർഷം. നീ തേജസ്സോടെ നടക്കുന്ന വർഷം. നീ ജയത്തിൽ പാലിക്കപ്പെടുന്ന വർഷം. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുന്ന വർഷം എന്ന വർഷമായിരിക്കും.
കൂടുപോലെ സഭകൾ പൊട്ടി വരുന്ന വർഷമായിരിക്കും 2026. ഞാനൊരു വെളിപ്പാടും കൂടെ കാണുന്നു. 2026 ചില സ്ഥലങ്ങളിൽ പ്രകൃതി രോഷങ്ങൾ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങുകയാ. തീവ്രവാദി അക്രമങ്ങൾ ചില സ്ഥലങ്ങളിൽ, ഗുജറാത്ത് പോലെയുള്ള സ്ഥലങ്ങളിൽ തീവ്രവാദി അക്രമങ്ങൾ ഉണ്ടാകും 2026. പരിശുദ്ധാത്മാവ് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്നോട് പറഞ്ഞു, അമേരിക്കയിൽ ഒരു വലിയ ചുഴലിക്കാറ്റുണ്ടാകും 2026. അതുപോലെ ഒരു കലാപമുണ്ടാകും 2026. ഇത് 2026 സംഭവിക്കുകയാണ്. 2026 നമ്മുടെ നാട് ഒരു ഉണർവ് കാണും. 2026 നമ്മുടെ നാട് ഈ വിധത്തിൽ കാര്യങ്ങൾ കാണാൻ പോകുകയാണ്. ദൈവം എനിക്ക് തന്നിട്ടുള്ള ഒരു വാക്യം നിങ്ങളുമായിട്ട്, ആ മോളെ അവിടുത്തെ വോളണ്ടിയേഴ്സ് ആരെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചോ. എന്നോട് കർത്താവ് പറഞ്ഞത് ഇന്നത്തെ ആരാധന തന്നെ ഒരു അത്ഭുതത്തിന്റെ ദിവസമാണ്. ഈ ആരാധന ഞാൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ദൈവം എന്നൊക്കെയാ ചെയ്യാൻ പോകുന്നത്. ഈ രാവിലെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ചില വീടുകൾ അത്ഭുതമായി മാറാൻ പോകുകയാ, ചില മക്കൾമാർ അത്ഭുതമായി മാറാൻ പോകുകയാ, ചില കുടുംബങ്ങളിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ സംഭവിക്കാൻ പോകുകയാ. പിശാചിനിരിക്കാൻ പറ്റാത്തതുപോലെ ദൈവത്തിന്റെ കരുണയുടെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോകുകയാ. മണ്ടനെ മാണിക്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തിയുടെ കരമാണ് ഈ രാവിലെ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നത്. ഈ 1-ാം വെളുപ്പിനെ ദൈവം പറയുക, ഇവിടെ മാത്രമല്ല ഓൺലൈനിൽ കാണുന്ന ഓരോ വീട്ടിലും ദൈവശക്തി വ്യാപരിക്കുക, ഓരോ കുടുംബത്തിലും ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുക, ഓരോ അഭിഷക്തന്മാരും ദൈവത്തിന്റെ പ്രവാചകന്മാരായി മാറുകയാ. നമ്മള് വളരെ വേഗത്തിൽ ഒരു ചിന്ത നമ്മൾ വായിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ പ്രാർത്ഥിച്ചതിനെ അടക്കിയിരുത്തിക്കോ. ഞാൻ അങ്ങോട്ട് വരും, ഇച്ചിരി കഴിഞ്ഞിട്ട് വരും. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 33 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിക്കാൻ പോകുന്നത്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 33, 34, 35 വാക്യങ്ങൾ നമ്മൾ വായിച്ചു തുടങ്ങുകയാണ്. നമ്മുടെ ചിന്തകൾ ആരംഭിക്കുന്നു. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 33 മുതലുള്ള വാക്യങ്ങൾ 2026 നിങ്ങളോട് പറയാൻ ദൈവം എൻ്റെ കൈവശം തന്നിട്ടുള്ള വാക്യമാണ്. ദയവായി നിങ്ങൾ ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായ്ക്ക് തെറ്റി, ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു, യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു, അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. 33-ാമത്തെ വാക്യം. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി. 2026 നിങ്ങൾ ചിലതിനെ അടക്കും. കൈയടിച്ചൊന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ? നിനക്കെതിരെ സിംഹം പോലെ വരുന്ന പൈശാചിക മണ്ഡലമില്ലേ, ഇന്ന് രാവിലത്തെ ആരാധന നീ അത് അടക്കാൻ പോവാ. ചില ആളുകളുടെ മേൽ ശക്തി വ്യാപരിക്കാൻ പോവാ. നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറക്കെതിരെ വായ് പിളർന്നു നിൽക്കുന്ന ചില ആധിപത്യ ശക്തികളുണ്ട്. 2026 ചില മന്ത്രവാദങ്ങളെ നീ അടക്കാൻ പോവാ. ചില പൈശാചിക മണ്ഡലങ്ങളെ നീ അടക്കാൻ പോകയാ. ഇന്ന് രാവിലെ ദൈവം നിനക്ക് അതിനുള്ള അധികാരം കൈമാറുകയാ. ചില ആളുകളുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇന്ന് രാവിലെ വ്യാപരിക്കുന്നതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. കർത്താവിനോട് പറയുക, ചിലതിനെ അടക്കാനുള്ള അഭിഷേകം നിനക്ക് തരാൻ പോകുകയാ. നിന്നെ അടക്കാൻ വന്നതിന് നീ അടക്കാൻ പോകുകയാ. നിന്റെ പിള്ളേരെ അടക്കാൻ വന്ന പൈശാചിക മണ്ഡലങ്ങളെ ഈ രാവിലെ നീ അടക്കാൻ പോകുകയാ. ഉറപ്പുള്ള ദൈവമക്കളാ, 2 കരങ്ങളും അടിച്ച് അന്യഭാഷകളിൽ ദൈവത്തിന് സ്തോത്രം പറയാൻ പറ്റുമെങ്കിൽ ഈ രാവിലെ സ്തോത്രം പറഞ്ഞു. ചിലതിനെ നീ അടക്കാൻ പോകുകയാ. നിന്നെ ഉയരാൻ വിടാതെ, നിന്നെ ജീവിക്കാൻ സമ്മതിക്കാത്ത പൈശാചിക മണ്ഡലങ്ങളെ അടക്കാനുള്ള അഭിഷേകം ചില ആളുകളുടെ മേൽ ദീപാലയെ വളരെ പ്രാർത്ഥിച്ചു. ചില ആളുകളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചു വരിക. പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ രാവിലത്തെ ആരാധനയിൽ ചിലതിനെ നീ അടക്കാൻ പറയാ. അവിടെ ഇവിടെ ഒക്കെ ദൈവത്തിന്റെ തീജ്വാല വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ
നിങ്ങൾക്ക് ഇന്ന് രാവിലെ വചനം ഏറ്റെടുക്കാം. വിശ്വാസത്താൽ ചിലതിനെ അടക്കാൻ തുടങ്ങുകയാ. 2026 പൈശാചിക മണ്ഡലങ്ങളെ നീ അടക്കാൻ പോകയാ. നിന്റെ കുടുംബം അടക്കാൻ പോകയാ. നിന്റെ തലമുറ അടക്കാൻ പോകയാ. ഇരിക്കുന്നതിന് മുമ്പ് 2-3 പേർക്ക് കൈ കൊടുത്ത് പറഞ്ഞ ചിലതിനെ ഞാൻ അടക്കുമെന്ന് പറ. 2-3 പേർക്ക് ചിരിച്ചോണ്ട്. നിങ്ങൾക്ക് ഒരു ഉഷാറില്ല, ഉഷാറോടൊന്ന് പറഞ്ഞേ. 2-3 പേർക്ക് കൈ കൊടുത്ത് പറഞ്ഞേ ഞാൻ ചിലതിനെ അടക്കുമെന്നൊന്ന് ചിരിച്ചോണ്ട് പറഞ്ഞേ. എന്നിട്ട് ഇരുന്നേ. കണ്ട് വിക്കനായ 80 വയസ്സുകാരനൊരു മനുഷ്യൻ, അദ്ദേഹം പടു വയോധികനാണ്, വയസ്സ് 80 ഉണ്ട്. വിക്കൊണ്ട് 4 ആളുകൾ കൂടുന്ന സ്ഥലത്ത് നിൽക്കാൻ പറ്റാത്ത നിലയിൽ അവന് വിക്കൊണ്ട്. ഒരു ദൂത് കേട്ടോ, എന്നാ പ്രശ്നമുണ്ടെങ്കിലും ദൂതുണ്ടെങ്കിൽ നീ പുറത്തു വരും. കൈ അടിച്ച് സ്തോത്രം ചെയ്തോ. എന്നാ പ്രോബ്ലം ഉണ്ടെങ്കിലും അകത്ത് ദൂതുണ്ടോ നീ പുറത്തു വന്നിരിക്കും. എന്നാ പ്രതിസന്ധി ഉണ്ടല്ലോ അകത്ത് ദൂത് വ്യാപരിക്കുന്നുണ്ടോ ഉണ്ട് നീ പുറത്തു വന്നിരിക്കും. അകത്ത് അഭിഷേകം ഉണ്ട് നീ തിരിച്ചു വന്നിരിക്കും. ഞാന് ജനിച്ചു വളർന്ന നാടായത്. ഇവിടെയാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ അമ്മയുടെ സ്വപ്നമായിരുന്നു എന്നെ പള്ളിയിലെ അച്ഛനാക്കണം. ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത് കർത്താവിൻ്റെ കരുതലാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. എൻ്റെ ബന്ധുക്കൾ ഒത്തിരി പേരുണ്ട്, എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്, എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചവരുണ്ട്, എൻ്റെ സീനിയറായിട്ട് പഠിച്ചവരുണ്ട്, എന്നെ പഠിപ്പിച്ച അധ്യാപകരുണ്ട്. നിങ്ങൾ ആ കൈ ഒന്ന് ഉയർത്തി ഒരു ആമീൻ പറഞ്ഞേ. ഇതെല്ലാം ദൈവത്താൽ സംഭവിച്ചതാണ്. സ്നേഹിതരെ, ഒരു വാക്കുകൂടെ നിങ്ങളോട് പറയുക. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ക്രൗഡിൽ നിന്നിട്ടുള്ളത് ഇതല്ല കേട്ടോ. ഞാൻ ഹിൽസോങ്ങിൽ, ഓസ്ട്രേലിയയിൽ ഹിൽസോങ്ങിൽ ചെല്ലുമ്പോഴാണ് ഏറ്റവും വലിയ ക്രൗഡ് നിൽക്കുന്നത്. 25,000 പേര് ഒറ്റ ആരാധനയിലുണ്ട്. ഇന്ത്യനായിട്ട് ഞാൻ ഒരാൾ മാത്രമേ ആ സ്റ്റേജിലുള്ളൂ. എന്നാ സിസ്റ്റം എന്നറിയോ, എനിക്ക് അതിനകത്ത് കയറിയപ്പം എനിക്ക് തല കറങ്ങിയ പോലെ തോന്നി. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു വാഗ്ദത്തങ്ങളുടെ നിവൃത്തിയാണ്. ഞാൻ 2026 നിങ്ങളോട് പ്രവചിക്കുകയാണ്, വിക്കൊള്ളവനെ വാഗ്ദത്തത്തിലേക്ക് നടത്തുന്ന ദൈവം. ഈ വിക്കനായ മനുഷ്യൻ, ഞാൻ ഇവനെ കുറിച്ച് 2-3 വാചകങ്ങൾ പറയാൻ തുടങ്ങുക. നിങ്ങൾ എന്നെ ഒന്ന് കേട്ടോണം. ഇവൻ ജനിക്കാൻ അവകാശമില്ലാത്ത വീട്ടിൽ ജനിച്ചവനാണ്. വാഗ്ദത്തം ജനിപ്പിക്കും, വാഗ്ദത്തം നിന്നെ വളർത്തും, വാഗ്ദത്തം നിന്നെ നടത്തും, വാഗ്ദത്തം നിന്നെ കൊണ്ടുവരും, വാഗ്ദത്തം നിന്നെ ഒളിപ്പിക്കും, വാഗ്ദത്തം നിന്നെ ഉയർത്തും. സമയമാകുമ്പോൾ ദൈവം നിന്നെ പൊക്കിയെടുത്തോണ്ട് വരും. ലേവ്യ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട മനുഷ്യൻ. ഈ മനുഷ്യന്റെ പ്രത്യേകത, ഇവൻ
ജനിച്ചു വീണ തന്നെ അടിമത്തം അവകാശമുള്ള നാട്ടിലാണ് ഈ മകൻ ജനിച്ചു വീണത്. അമ്മയ്ക്ക് കൊല്ലാൻ മനസ്സില്ലാത്തോണ്ട് 3 മാസത്തെ ഒളിപ്പിച്ചു വെച്ചു. 3-ാമത്തെ മാസം ഒളിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാങ്ങണപ്പെട്ടകത്തിനകത്ത് മോനെ കീലും പശയും ഒക്കെ ചേറ്റി അവനെ ഒഴുക്കി വിട്ടി നൈലിന്റെ ആഴത്തിലേക്ക് ഒതുക്കി. തൂത് കേട്ടോ, ഏതു നദി നിന്നെ ഒതുക്കിയോ ആ നദിക്കകത്ത് നീ തിരിച്ചു വരും. അങ്ങനെ മോശയെ പുറത്തെടുത്തു. ഫറവോന്റെ പുത്രി മോശയെ പുറത്തെടുത്തു, കൊട്ടാരത്തി വളർത്തി. തൂത് കേട്ടോ, എവിടെ വളരത്തില്ലെന്ന് പിശാച് പറഞ്ഞു അവിടെ നീ വളരാൻ പോകുകയാ. ഉറപ്പുള്ളവരാ കൈയൊന്ന് വീശി കാണിച്ച് കർത്താവ് എന്നോട് പറയുക, എവിടെ വളരത്തില്ലെന്ന് പിശാച് നിന്നോട് പറഞ്ഞു, എവിടെ വളരത്തില്ലെന്ന് ലോകം പറഞ്ഞു അവിടെ നീ വളരാൻ പോകുകയാ. എവിടെ ഉയരത്തില്ലെന്ന് ശത്രു നിനക്കെതിരെ പറഞ്ഞു അവിടെ നീ ഉയരാൻ പോകുകയാ. എവിടൊക്കെ നീ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞു അവിടെയെല്ലാം നീ രക്ഷപ്പെടാൻ പോകുകയാ. 2026 നിന്നെ വർഷമാണ്. അഭിഷക്തരെ സമയമില്ലാത്തോണ്ടാ നിങ്ങളിരുന്നേ. അങ്ങനെ മോശ വളർന്നു. ഉറക്കമൊക്കെ പോയില്ലേ, ഉറക്കം പോയില്ലേ. എനിക്ക് ഈ ഫീഡ്ബാക്ക് ശരിയാവുന്നില്ല കേട്ടോ. ഞാൻ നിൽക്കുന്നൊരു പഞ്ചുണ്ട്, ആ പഞ്ചിൽ ആ ഫീഡ്ബാക്ക് വരുന്നില്ല. എനിക്ക് അതിൻ്റെ കുഞ്ഞു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നിങ്ങളുടെ സൗണ്ട് സൂപ്പറാണ്. എന്നാലും എനിക്ക് എൻ്റെ ഫീഡ്ബാക്ക് വരുന്നത് ഞാൻ ഈ പാസ്റ്റർമാരെ പോലെ അലറത്തില്ല. എൻ്റെ ഫീഡ്ബാക്ക് കേട്ടാ ഞാൻ പ്രസംഗിക്കുന്നത്. നിങ്ങൾ ആ കൈ ഒന്ന് ഉയർത്തി ഒരു ആമീൻ പറഞ്ഞുതരാം. കണ്ട 2-3 പേർക്ക് കൈ കൊടുത്ത് ഒന്ന് ചോദിച്ചേ, ഉറക്കം പോയെന്ന് ചോദിച്ചേ, ഉറക്കം പോയെന്ന് ചോദിച്ചേ, ഉറക്കം പോയോന്ന് ചോദിച്ചേ. ഉറക്കം അത് ഉറക്കമുണ്ടോ? പിശാചല്ലയോ? അതൊക്കെ പൊക്കോളും, നിങ്ങൾ വിഷമിക്കണ്ട. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങി വരും പിശാചൊക്കെ കൂട്ടത്തോൾ. എന്നോട് കർത്താവ് പറഞ്ഞു, ഒന്നല്ല ഒത്തിരി പേരുടെ മണ്ടയിൽ നിന്ന് പിശാചളയിൽ പോവും. ഒത്തിരി പേരുടെ ട്യൂമറുകൾ മാറും, ഒത്തിരി ആളുകൾ സൗഖ്യമാകും. ഇത് അത്ഭുതത്തിന്റെ രാത്രിയാണ്. 2026 ഇതുവരെ നീ വന്നതുപോലെ അല്ല. 2026 നിന്റെ അത്ഭുതത്തിന്റെ വർഷമാണ്. വളരാൻ ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലത്ത് മോശ വളർന്നു. അല്ല, മോശയെ വളർത്തി, ദൈവം വളർത്തി. ഞാൻ ചിലരെ നോക്കി പ്രവചിക്കുകയാണ്, നിന്നെ 2026 ദൈവം വളർത്താൻ പോകുകയാ. ചില പട്ടണക്കാരോട് ഞാൻ പറയുക, നിങ്ങളെ ദൈവം വളർത്താൻ പോകുകയാ. ചില കുടുംബക്കാരോട് ഞാൻ പറയുക, ദൈവം നിങ്ങളെ വളർത്താൻ പോകുകയാ. ഒന്നേറ്റെടുക്കാൻ പറ്റുമോ? ചിരിച്ചോണ്ട് കൈയടിച്ച് ഒന്നേറ്റെടുത്ത അഭിഷക്തന്മാരെ, നമ്മളെ വളർത്താൻ പോകുകയാ. നമ്മുടെ കുടുംബങ്ങളെ വളർത്താൻ പോകുകയാ. നമ്മുടെ സഭകളെ ദൈവം വളർത്താൻ പോകുകയാ. നമ്മളെ വളർത്താൻ പോകുകയാ. ദൈവത്തിന്റെ ശക്തി നിന്നെ വളർത്താൻ പ്രാപ്തമാകുക. സ്നേഹിതരെ, ഇതിന്റെ പുറത്തും ആളുണ്ട്, ഇതിന്റെ പുറത്തും ആളുണ്ടല്ലേ, വെളിയിലും ആളുണ്ട്. സാരമില്ല, കുഴപ്പമില്ല. ആ പുറത്തിരിക്കുന്നവരുണ്ടല്ലേ, ആ പുറത്തിരിക്കുന്നവർക്ക് വേണ്ടി നിങ്ങളൊരു ഹല്ലേലൂയ പറഞ്ഞേ. പുറത്ത് കുറച്ചേറെ ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഫുഡുണ്ട് അല്ലേ? ഫുഡുണ്ട്. ഇരിക്കിരിക്കുക. ഫുഡ് കഴിക്കാൻ ഇപ്പം എഴുന്നേറ്റിരിക്കുവാന്നോ? അല്ലല്ല, ഫുഡുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ ഫുഡെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. 2026 ആദ്യത്തെ ഫുഡാണ്. ശരിക്കും കഴിച്ചോണം. കൈ കൊടുത്ത് പറ, 2026 ആദ്യത്തെ ഫുഡാണ്. ഇന്നത്തെ രാത്രി എനിക്ക് വേണ്ടി നിങ്ങൾ വഴക്കൊന്നും ഉണ്ടാക്കല്ല, വഴക്കുണ്ടാക്കരുത്. പിന്നെ തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ ചെരുപ്പെടുത്തോണ്ടേ പോകാവൂ. വേറെ ആരുടെയും ചെരുപ്പെടുത്തോണ്ട് പോകരുത്. ചിലർ ചെരുപ്പെടുക്കൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി മാത്രം വരുന്നവരാണ്. അവരുടെ പഴയ പാരകൾ ഊരിയിട്ടിട്ട് ലൂഡാറും എടുത്തോണ്ട് പോകും. പൊക്കളയരുത്, നിങ്ങൾ എടുത്തോണ്ട് പൊക്കളയരുത്. 2-3 കാര്യം കൂടെ വളരെ വേഗത്തിൽ പറയാം. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പം ദൈവം എന്നോട് പറഞ്ഞു, ചിലരെ ദൈവം അസാധാരണമായിട്ട് ഉപയോഗിക്കും. പാസ്റ്ററെ, ദൈവസഭ ഭയങ്കരമായിട്ട് വളരും. 2026 ദൈവസഭയിൽ കൊടുങ്കാറ്റ് പോലെ ആളുകൾ വന്ന് കയറും. ദൈവസഭയിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. പരിശുദ്ധാത്മാവ്, ഞാൻ ഈ സന്ധ്യയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോ ദൈവം എന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു വെളിപ്പാട് കാണിച്ചത്, അനന്തരം ദൈവം അയച്ച ഒരു കാറ്റ് വരും. കാടയെ കൊണ്ടുവരുന്നത് പോലെ ഒരു ദൈവത്തിന്റെ പ്രവർത്തികൾ 2026 നമ്മുടെ സഭകളിൽ, പത്തനംതിട്ട മാത്രമല്ല എല്ലാ സഭകളിലും രാജ്യങ്ങളിൽ ദൈവത്തിന്റെ പ്രവർത്തികൾ നമ്മുടെ ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ ദൈവം പകരാൻ തുടങ്ങുകയാണ്.
ഇരുന്ന് പ്രിയപ്പെട്ടവരെ, സമയത്തിന്റെ കുറവുകൊണ്ട് നിങ്ങളെ എനിക്കൊരു ചെറിയ മെസ്സേജ് നിങ്ങൾക്ക് തന്നിട്ട് വേണം. ദൈവദാസന്മാർക്ക് ഇച്ചിരി സമയം കൊടുത്തിട്ട് ഇവര് പലരും പ്രസംഗിച്ചിട്ടില്ല. വേണ്ടായോ? വേണ്ട. മാത്യു പാസ്റ്റർ എന്താ പറയുക? കുഴപ്പമില്ല. വിനോദ് പാസ്റ്റർ, സാംസനെ, അവരുടെ അനുവാദം. എനിക്കാണെങ്കിലേ ശുശ്രൂഷയിൽ എല്ലാവരെയും പങ്കെടുപ്പിച്ചില്ല ഭയങ്കര വിഷമമാണ്. ശരിക്കും എൻ്റെ കൂടെ നിൽക്കുന്നവരെല്ലാം എനിക്ക് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചില്ലേ ഭയങ്കര സങ്കടമാണ്. എന്ന് വെച്ചാൽ ഞാൻ അനുഭവിക്കുന്ന അവിടെ അനുഭവിച്ചിട്ടെന്ന് വിചാരിച്ചാ വേറെ ഒന്നുമല്ല. ഞാൻ എന്തായാലും അനുഭവിക്കുന്നുണ്ട്, അവരോട് സഹകരിച്ച് അനുഭവിക്കട്ടെ എന്നൊരു കാര്യത്തില്ല. കേട്ടോ നിങ്ങൾ? അങ്ങനെ മോശയ്ക്ക് വളരാൻ പ്രാപ്തിയില്ലാത്ത രാജ്യത്ത് മോശയെ വളർത്തി. എവിടെയാ മോശ വളരുന്നറിയാമോ? ഫറവോന്റെ മിറ്റത്ത്. ദൂത് കേട്ടോ, എതിർത്തവന്റെ മിറ്റത്ത് നീ വളരും. കൈയടിച്ചാമീൻ പറ. എതിർത്തവന്റെ മിറ്റത്ത് നീ വളരും. എതിർത്തവന്റെ കൺമുമ്പിൽ നീ വളരും. എതിർത്തവന്റെ കൺകോണിൽ നീ വളരും. എതിർത്തവന്റെ മുൻപിൽ ഈ രാവിലെ കർത്താവ് പറയുക, എതിർത്തവന്റെ കൺകോണിൽ എന്റെ ദൈവം നിന്നെ വളർത്താൻ പോകുക. എതിർത്തവന്റെ മുൻപിൽ സഭയെ എതിർത്തവന്റെ മുൻപിൽ ദൈവം നിന്നെ വളർത്താൻ പോകുക. എതിർത്തവന്റെ മുൻപിൽ ഈ രാവിലെ ഒരു മേഘം ഇതിനകത്ത് ചലിക്കുന്ന പോലെ ഞാൻ വെളിപ്പാട് കാണുകയാ. ദൈവത്തിന്റെ ദൂതന്മാർ ഈ ആരാധനാ സ്ഥലത്ത് ഈ രാവിലെ ഉറങ്ങി നിൽക്കുക. ചിലരെ ദൈവം തൊടുന്നു ഇന്ന് രാവിലെ. പരിശുദ്ധ സ്നാനത്തിൽ പരിശുദ്ധ സ്ഥാനത്തിൽ മൂടുതേ ദേവാ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുതേ ദേവാ പ്രസന്നമേ ഇരുന്ന് പ്രിയപ്പെട്ടവരെ, പ്ലീസ്. ഫറവോന്റെ കണ്ണിന്റെ മുമ്പിൽ ദൈവം മോശയെ വളർത്തി. 2-3 പേർക്ക് കൈ കൊടുത്ത് ചിരിച്ചുകൊണ്ട് പറ, എന്നെ ദൈവം വളർത്തും എന്ന് പറ. ശത്രുവിന്റെ കണ്ണിന്റെ മുമ്പിൽ ദൈവം തന്നെ വളർത്തും. കുറച്ചൊരാമയും പറയാലോ അല്ലേ? അങ്ങനെ മോശയ്ക്ക് 40-ാമത്തെ വയസ്സ് എത്തിയപ്പോൾ മോശയുടെ അകത്ത് ആവേശം കയറി. 2 പേർക്ക് കൈ കൊടുത്ത് പറ, ആവേശം കയറരുത്. മോശയ്ക്ക് ആവേശം കയറി. 2 മിസ്രൈമ്യരും തമ്മിൽ സംസാരിച്ചു. ഒരു ഇസ്രായേലിനും ഒരു മിസ്രൈമിലും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. മോശ ഒറ്റയടിക്ക് ഒരുത്തനെ കൊന്നു. കരോട്ട ബ്ലാക്ക് ബെൽറ്റ് MALLB ആണ് മോശ. മിസ്രൈമിലെ വിദ്യ പഠിച്ചയാളാ. ഒറ്റയടിക്ക് കൊന്നു, പൂട്ടിയിട്ടു. പിറ്റേ ദിവസം ഇസ്രായേലും തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ മോശ ഇടപെട്ടു. മോശയോട് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിന്നെ അധികാരിയും നായകർത്താവും ആക്കി വെച്ചത് ആര്?
എന്നാ ചോദിച്ച നിന്നെ അധികാരിയും ന്യായകർത്താവും ആക്കി വെച്ചതാര്? ഇത് എടുത്തെഴുതുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ പരിശുദ്ധാത്മാവ് എടുത്തെഴുതി. എന്താ എഴുതിയെന്നറിയാമോ? മോശയെ ദൈവം അധികാരിയും ന്യായകർത്താവും ആക്കി വെച്ചു. ചോദ്യം ഇതാണ്, ആളുകൾ നിന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഉത്തരം പറയാൻ പോകുകയാ. മോശയോട് ചോദിച്ചു, നിന്നെ അധികാരിയും ന്യായകർത്താവുമായിട്ട് ആരാ ആക്കി വെച്ചത്? ഇന്ന് രാവിലെ തൂത് കേട്ടോ, ചിലരെ അധികാരിയാക്കാൻ പോകുകയാ. നീ അടിമയല്ല, നീ അധികാരിയാണ്. കൈയടിച്ചൊന്നെടുത്ത്, നീ അടിമയല്ല, നീ അധികാരിയാണ്. നീ അടിമയല്ല, നീ അധികാരിയാണ്. ഈ രാവിലെ യേശു പറയാ, എലോഹീമേ, നീ അടിമയല്ല, അധികാരിയാണ്. ആവേശം കൂടി പോയി മോശ. 1 2 3 ഭൂതമുണ്ട്. നമ്മളിപ്പോ ഇറങ്ങി വരും. നിങ്ങൾ കൈവൊക്കെ ഒരു ആമീൻ പറഞ്ഞേ. കണ്ട കേട്ടെ, മോശ ആവേശം കൂടി ഓടിപ്പോന്നു. ഒരു കാര്യം കൂടെ പറയുക, അതും ഒരു നിയോഗമായിരുന്നു. കൈ കൊടുത്ത് പറ, അതും ഒരു നിയോഗമായിരുന്നു. പറ, ഈ യോഗത്തിന് ഇന്ന് ഉറക്കം വരുന്നില്ലേ? അതും ഒരു നിയോഗ. ചിലക്ക് ഉറക്കമൊക്കെ വരുന്നുണ്ട്, എനിക്കറിയാം, ബുദ്ധിമുട്ടാണെന്നറിയാം. എന്നാലും നിങ്ങൾ കടിച്ച് പിടിച്ച് 1 മണി വരെ ഇരുന്നാൽ മതി. 1 മണിയാകുമ്പോൾ നിർത്തത്തില്ല. 1 മണി വരെ ഇരുന്നാൽ മതി. 1 മണിക്ക് നിർത്തുമെന്നല്ല, 1 മണി വരെ ഇരുന്നാൽ മതി. അത് കഴിഞ്ഞ് ബാക്കി നമുക്കിരിക്കാം. മിണ്ടുന്നില്ല. ഒരു ജ്യോതിഷന്റെ അടുത്ത് ഒരു മനുഷ്യൻ ചെന്നിട്ട് ചോദിച്ചു, സാറേ, കഷ്ടകാലം എന്ന് മാറും? പുള്ളി പറഞ്ഞു, 2023 24 കഷ്ടകാലമാണ്. 25 ആകുമ്പം അത് ശീലമായിക്കോളൂ. ഒരാമയും പറഞ്ഞില്ല. 25 ആകുമ്പോൾ അത് ശീലമായിക്കോളൂ എന്ന് പറഞ്ഞ പോലെ 1 മണിയാകുമ്പോൾ ഇരുന്ന് നിങ്ങൾ ശീലമായിക്കോളും. 2 കാര്യം കൂടെ ഞാൻ പറയാൻ തുടങ്ങുക. മോശ അങ്ങനെ ഓടിപ്പോയി ഒരു കല്യാണം കഴിച്ചു. കല്യാണം കഴിക്കുമ്പോൾ ചൊവ്വുള്ളതിനെ കെട്ടാവൂ. കൈ കൊടുത്ത് പറ. വേണ്ട, ആദ്യം കൈ കൊടുത്ത സുരേഷ് പാസ്റ്റർ. സുരേഷ് പാസ്റ്റർ പറ്റിയാക്കാ കൈ കൊടുത്തേക്കുന്നത്. മിണ്ടുന്നില്ല. സുരേഷ് പാസ്റ്റർ മറ്റേ പുള്ളി കൈ കുടുക്കി പറഞ്ഞു, ചൊവ്വുള്ള ഇനി നിവർത്തിയില്ല. കൈ കൊടുത്ത് അതുകൂടെ പറഞ്ഞു, ഇനിയും നിവർത്തിയില്ലെന്ന് പറഞ്ഞു. ഇനി നിവർത്തിയില്ല. അതിനൊക്കെ ഭാഗ്യം ചെയ്ത ഞാനാണ്. എനിക്ക് കിട്ടിയത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. സത്യമായിട്ട് ഉള്ള കാര്യമാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കണേ പുള്ളിക്കാരിയേ ഉള്ളൂ. നിങ്ങൾ മിണ്ടുന്നില്ല. സ്ട്രോങ് ആണ്, ഭയങ്കര, എന്നെക്കാൾ ഭയങ്കര സ്ട്രോങ് ആണ്. ഷാലു കയറി വന്നേ, പിള്ളേരൂടെ വന്നേ, കണ്ട അവരെയൊക്കെ പിള്ളേരോട് വാ. ഷാലു, പിള്ളേരെന്തി? പിള്ളേരെ കണ്ടില്ല. അടോ മോനെ, അഡ്രി എന്തി? ഉറങ്ങുവാന്നോ? അഡ്രി ഇന്ന് എന്നോട് യോഗത്തിന് കയറിയപ്പോഴും ചോദിച്ചു, ഡാഡി ഇന്ന് 2 മണിക്കെങ്കിലും നിർത്തുമോ എന്ന്. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? ഞാൻ 7 ദിവസം ഉപവാസമായിരുന്നു. കഴിഞ്ഞ 7 ദിവസമായിട്ട് ഉപവാസം. എന്തേ അഡ്രി എന്തി? ഷാലു എന്തി? പോയോ? ഇവർക്കൊരു ക്ലാപ്പ് കൊടുത്തേ. നിങ്ങൾ എപ്പോഴും കാണുന്ന എന്നെ മാത്ര, ഇവരെയും കൂടെ കാണാൻ ഒരാളൂടെ ഉണ്ട് കേട്ടോ. ഒരാളൂടെ ഉണ്ട്. എന്ത് എവിടെ പോയായിരുന്നു സാറ്? സാറാണ് ഞങ്ങളുടെ. ഇവർക്കൊരു ക്ലാപ്പ് കൊടുത്തത് നിങ്ങൾ. അവരെ ഞാൻ കയറ്റി നിർത്തിയത് അവിടെ. മോനെ ഇങ്ങോട്ട് കയറി ഫോട്ടോ എടുക്കട്ടെ. അവരെ കയറി നിൽക്കും ഇങ്ങോട്ട്. കാര്യമായിട്ട് എടുത്തേക്കണം കേട്ടോ. സമയമില്ല, അതുകൊണ്ടാണ്. ഇല്ല, ചിരിച്ചു. ഷാലു ചിരിച്ചോണ്ട് നിൽക്കും. നിങ്ങളെ കൈ ഉയർത്തി. ഷാലു ചിരിക്കുന്ന കാര്യത്തിൽ പിശുക്കാകട്ടോ. ഉള്ള കാര്യം പറയണമല്ലോ. ചിരിക്കുന്ന കാര്യത്തിൽ ചിരിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. ഷാലു ചിരിക്കുന്ന കാര്യത്തിൽ പിശുക്കാണ്. ഷാലു ചിരിച്ച ഭൂമി അവസാനിച്ചെന്നാണ്. എന്നാലും കുഴപ്പമില്ല, അനുഗ്രഹമാണ്. ദൈവം നടത്തി. 2026 വരെ നടത്തി. ഈ എന്നോട് കഴിഞ്ഞ ദിവസം ഞാനും ഷാലും കൂടെ പോയപ്പം എന്നോട് ചോദിച്ചു, നേരത്തെ ഉണ്ടായിരുന്ന ഭാര്യ എന്തി എന്ന്. ഞാൻ പറഞ്ഞു, നേരത്തെ ഉള്ള ഭാര്യ ഇതാ. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടൻ എൻ്റെ കല്യാണത്തിന് വന്നിട്ടുണ്ടോ? ഇല്ല. നേരത്തെ ഈ ചേച്ചിക്ക് വന്നോ? പുള്ളി വേറെ ആരാണ്ടെ കണ്ടതാ. ഒരു സ്വത്രം പറഞ്ഞില്ല നിങ്ങൾ. പോയിരുന്നേ. അവർക്കൊരു ക്ലാപ്പ് കൊടുത്താട്ടെ. അവരാ നമ്മുടെ പിമ്പിലത്തെ ഒരു ശക്തി. പോയിരുന്നേ. സുരേഷ് പാസ്റ്ററിനെ വിളിക്കണോ? വേണ്ട, എൻ്റെ പൊന്നച്ച. പുള്ളി എന്നോട് പറയാം, എൻ്റെ പൊന്നച്ച വിളിക്കരുതേ. ബാക്കി പറയാൻ പോവാ. പുള്ളിക്കാരി എന്നോട് എപ്പോഴും പറയും, എവിടെ പോയാലും പാസ്റ്റർ എന്നെ മാത്രമേ കൊട്ടത്തുള്ളെന്ന്. സ്നേഹമുള്ളതുകൊണ്ടാ. ബാക്കി പറയാൻ തുടങ്ങുക. മോശ ഒരു കല്യാണം കഴിച്ചു. ആരെയാ കല്യാണം കഴിച്ചേ? മോശയുടെ ഭാര്യയുടെ പേരറിയാവോ? സിപ്പോറ. അറ്റ്ലീസ്റ്റ് 2026 ഒരു പേര് പഠിച്ചത് എന്നാണ്? സിപ്പോറ. മോശയുടെ അമ്മായിപ്പന്റെ ജോലി എന്താണ്? ഇടയനാണ്. അദ്ദേഹത്തിന് എന്നാ ഉണ്ട്? ആടുകളുണ്ട്. ഒരു ദൂത്
പന്നിയെ മേയ്ക്കരുത്, മേയ്ക്കുവാണെങ്കിൽ ആടിനെ മേയ്ക്കാവൂ. കൈ അടിച്ചൊരു സ്വോത്രം പറഞ്ഞേ. മേയ്ക്കുവാണെങ്കിൽ ആടിനെ മേയ്ക്കാവൂ, പന്നിയെ മേയ്ക്കാൻ പാടില്ല. അങ്ങനെ മോശ ഇനി 3-ാം അധ്യായത്തിലേക്ക് വരാൻ തുടങ്ങുക. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് വരിക. ജീവിതം ഇങ്ങനെ അവസാനിക്കുമെന്ന് പറഞ്ഞ് ഇവൻ ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്ത് നടന്നു പോകുക. ഒരു ദൂത് കേട്ടോണം, നിങ്ങൾക്ക് ദൈവത്തിന്റെ സമയം വരും. നിന്നെ തൊടാൻ ഒരു ദൈവത്തിന്റെ സമയം വരും. 2026 ചില ആളുകളുടെ എൻകൗണ്ടറിന്റെ വർഷമാണ്. ഉറപ്പുള്ള ആളുകളൊന്ന് കൈയടിച്ചേറ്റെടുത്ത് 2026 ചില ഹോരേബ് പർവ്വതത്തിൽ നീ കാല് വയ്ക്കുന്ന വർഷമാണ്. സുരേഷ് പാസ്റ്ററെ, 2026 നിങ്ങൾ ചില സ്ഥലങ്ങളിൽ കാല് വയ്ക്കാൻ പോകുക. അഭിഷക്തന്മാരെ, 2026 ചില ഹോരേബ് ദൈവം നിന്നെ കയറ്റാൻ പോകുക. കർത്താവിനോട് പറയുന്നു, ഓൺലൈനിൽ കാണുന്ന, ഓഫ്ലൈനിൽ ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുന്ന എല്ലാ ദൈവമക്കളോടും ദൈവം പറയുന്നു, 2026 ചില ഹോരേബിന്റെ ആരംഭമാണ്. കൈയടിച്ചൊന്നേറ്റെടുത്ത് ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യാൻ പറ്റുന്ന എല്ലാ ആളുകളും ആ 2 കരങ്ങളും അടിച്ച് അല്പനിമിഷം അന്യ ഭാഷ പറഞ്ഞ് ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ചില ആളുകൾ ഹോരേബിലേക്ക് ഈ രാവിലെ കാല് വയ്ക്കുന്നു. ചില ഹോരേബിലേക്ക് സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിച്ചെന്ന് പറഞ്ഞ 2026 നിങ്ങൾ ചില ഹോരേബുകളിൽ കടക്കും. ഹോരേബിന്റെ പ്രത്യേകത, ഇരുന്ന സമയമില്ലാത്തോണ്ടാ. ഹോരേബിന്റെ പ്രത്യേകത, ഹോരേബിൽ തീയുണ്ട്, ഹോരേബിൽ ശബ്ദമുണ്ട്, ഹോരേബിൽ അത്ഭുതമുണ്ട്, ഹോരേബിൽ ദൈവമുണ്ട്. ഒന്നുകൂടെ, മോശ ഒരു തീ കണ്ടോണ്ട് പോയതാ. എന്നെ കണ്ടോണ്ട് ചിലരെ ലോഹിമി ഒരു തീ കണ്ടോണ്ട് വന്ന, വിഷമിക്കണ്ട, തീ കണ്ടു വന്നാ മതി. ശബ്ദം ഇതിനകത്തുണ്ട്. ശബ്ദത്തിന്റെ അവസാനം ദൈവം ഇറങ്ങി വരാൻ പോകുക. ഈ തീയുടെ അവസാനം 2026 ദൈവം നിന്നോട് സംസാരിക്കാൻ പോകുക. സ്നേഹിതരെ, ഞാൻ പ്രഭാഷണം തുടങ്ങിയിട്ട് ഞാൻ കയറി നിന്നിട്ട് 1 മണിക്കൂറും 8 മിനിറ്റുമായി. നിങ്ങൾ കൈയൊന്ന് ഉയർത്തി ആമീൻ പറഞ്ഞേ. ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി തുടങ്ങുക. ഒത്തിരി വലിച്ചു നീട്ടുകയില്ല. ഒരു സന്ദേശം എനിക്ക് തരണമെന്ന് മാത്രമേ ഉള്ളൂ. എന്നോട് ദൈവം 7 കാര്യം പറഞ്ഞിട്ടുണ്ട്. ചിലതിനെ നമ്മൾ അടക്കും. 2026 ചിലതിനെ നമ്മൾ അടക്കിയിരിക്കും. നിന്റെ വീട് അടക്കി ഭരിക്കുന്ന ശക്തിയെ നീ അടക്കും. ഞാൻ അങ്ങോട്ടാ വരുന്നേ. മോശ ദൈവം സംസാരിച്ചിട്ട് പറഞ്ഞു, നീ മിസ്രൈമിൽ പോണം, ഫറവോനോട് മിണ്ടണം. മോശ പറഞ്ഞു, പറ്റത്തില്ല, ഞാൻ പേടിച്ച് വിറച്ച് നിൽക്കുക. ഒരു ദൂത് പേടിച്ച് നിൽക്കുന്ന നിനക്ക് ഒരു ധൈര്യം തരാൻ പോവാ. ഇന്ന് രാവിലെ നിങ്ങൾ തിരിച്ചു വീട്ടിൽ ചെന്ന് കയറുന്നത് ഒരു ധൈര്യത്തോടു കൂടെ ആയിരിക്കും. ചിലര് കേട്ടെ, നിങ്ങൾക്ക് ചില വഴികൾ തുറക്കാൻ പോകുകയാ. ശത്രു അടച്ചത് ദൈവം തുറക്കാൻ പോകുകയാ. കേട്ടവര് കൈയടിച്ച് ആമീൻ പറഞ്ഞ്, വിശ്വസിച്ച് ആമീൻ പറഞ്ഞ്. 2026 ദൈവം ചില വഴികൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോകുകയാ. 2026 ദൈവം ചില വഴികൾ തുറക്കാൻ പോകുകയാ. ഫറവോൻ അടച്ചത് ദൈവം തുറക്കാൻ പോകുകയാ. മന്ത്രവാദി അടച്ചത് ദൈവം തുറക്കാൻ പോകുകയാ. ആഭിചാരകൻ അടച്ചത് ദൈവം തുറക്കാൻ പോകുകയാ. ഇനിയൊന്ന് കൈ കൊടുത്ത് പറഞ്ഞേ, ദൈവം തുറന്നാൽ ഒരുത്തനും അടക്കത്തില്ലെന്ന് പറ. 80 വർഷമായിട്ട് അടഞ്ഞത് ഒറ്റ മിനിറ്റ് കൊണ്ട് തുറന്നു. നിങ്ങൾ വിശ്വസിച്ച് കൈ ഉയർത്തി ഒരാമീൻ പറയാമോ? ഒന്ന് കൈ വീശി ഒന്നാമീൻ പറയാമോ? ഒറ്റ മിനിറ്റ് കൊണ്ട് ചില വഴി തുറക്കാൻ പോവാ. ചില മക്കൾക്ക് വേണ്ടി ചില വഴി തുറക്കാൻ പോകയാ. ചില കുടുംബത്തിന് വേണ്ടി ചില വഴി തുറക്കാൻ പോകയാ. ജോലി സംബന്ധമായി ചില അത്ഭുതങ്ങൾ തുറക്കാൻ പോകയാ. 2026 അത്ഭുതത്തിന്റെ പരമ്പരയാകുക.
ഒറ്റ സെക്കൻഡ് കൊണ്ട് ചില വഴികൾ തുറക്കുന്നു. ഒറ്റ സെക്കൻഡ് കൊണ്ട് ചില ശത്രുക്കൾ അടിയറവെക്കുന്നു. സ്നേഹിതരെ, മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ ഇരിക്കാം, ഞാൻ നിന്റെ കൂടെ ഇരിക്കാം. നിങ്ങളോട് ഞാൻ വാക്കു പറഞ്ഞു വിടുക, യേശു കൂടെ ഇരിക്കും. 2-3 പേർക്ക് കൈ കൊടുത്ത് ചിരിച്ചോണ്ട് പറഞ്ഞേ, യേശു എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ആ ഒരു വെയിറ്റ് മനസ്സിലായില്ല. യേശു കൂടെ ഉണ്ടെന്ന് പറഞ്ഞേ. നിങ്ങളുടെ കൂടെ യേശു ഉണ്ടോ? ഉണ്ടെന്ന് കൈ കാണിച്ചേ. ഉണ്ടല്ലേ? ഈ കേരള മുഖ്യമന്ത്രിക്ക് എന്നൊക്കെ പവർ ഉണ്ടെന്നറിയാം. എന്നാ പവർ ഉണ്ടെന്നറിയാം? ഈ സംസ്ഥാനത്തിന്മേലുള്ള മുഴുവൻ അധികാരവും നമ്മുടെ മുഖ്യമന്ത്രിക്കാ. മുഖ്യമന്ത്രി നാളെ സ്കൂളിന് അവധിയാന്ന് പറഞ്ഞാൽ സ്കൂളിന് അവധിയായിരിക്കും. അതെന്നാ? അധികാരം. അതിനേക്കാൾ അധികാരമുള്ള ഒരുത്തനാ കൂടെ നിൽക്കുന്നേ. അതിന്റെ പേരാണ് യേശു. യേശുവിന്റെ അധികാരം എന്നാന്നറിയോ? സ്വലോകടെ ഭൂലോകടെ അധോലോകടെ സകല മുഴങ്കാലോ മടങ്ങുന്ന നാമമാണ് യേശു എന്ന നാമം. നിന്റെ വീട്ടിലെ ആഭിചാരം ഇന്ന് രാവിലെ മുട്ടുകുത്തുന്ന എന്നോട് കർത്താവ് പറയാ, ചില ആഭിചാരങ്ങൾ, ചില മന്ത്രവാദങ്ങൾ ഇന്ന് രാവിലെ ചിലത് മുട്ടുകുത്താൻ പോകുന്നു, ചിലത് മുട്ടുകുത്താൻ പോകുന്നു, ചിലത് മുട്ടുകുത്താൻ പോകുന്നു, ചിലത് മുട്ടുകുത്താൻ പോകുന്നു. ഈ രാവിലെ നിന്നെ അടക്കി കളയാ, നിന്റെ കുടുംബത്തെ അടക്കി കളയാ. എല്ലാരും പ്രാർത്ഥിച്ച ചേർന്ന യേശുവിന്റെ നാമത്തിൽ കേട്ടുപോട്ട കേട്ടുപോട്ട യേശുവിന്റെ നാമത്തിൽ ആ 2 കരങ്ങളും അടിച്ച് യേശുവേ എന്ന് വിളിച്ച് ഈ രാവിലെ നന്ദി പറയും. ഒരു മഹിമയിൽ വേഗം ജനത്തെ മൂടുതേ, വിളകാര വേഗം നീ മുൻ സെല്ലും വേഗം നീ, വിളകാര വേഗം നീ മുൻ സെല്ലും വേഗം നീ. ആരെങ്കിലും ഞാൻ ആ വന്ന് തൊട്ടേ അമ്മോടെ അടുത്തൊന്ന് ഇരുന്നേക്കണം. അവൾക്ക് ഇന്നൊരു വലിയ വിടുതലായിട്ട് മാറും. എന്നോട് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലത്തെ ആരാധന ദൈവം എന്നോട് പറയുക. നിങ്ങൾ കേട്ടെ, മോശയെ ദൈവം നിയോഗത്തോടെ മിസ്രൈമിലേക്ക് വിട്ടു. മോശ നിയോഗത്തോടെ 80-ാമത്തെ വയസ്സിൽ ഫറവോന്റെ കൊട്ടാരത്തിലെത്തി. ഫറവോന്റെ കൊട്ടാരത്തിലെത്തി മോശ പറഞ്ഞു, എൻ്റെ ജനത്തെ ആരാധിക്കാൻ വിട്ടയക്കണം. ഫറവോൻ പറഞ്ഞു, നീ ചോദിക്കുന്ന നിന്നെ ഇങ്ങോട്ട് വിട്ട ദൈവം ആരാന്ന് എനിക്കറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഈ ജനത്തെ വിടത്തില്ല. ഇന്ന് രാവിലെ ദൂത് കേട്ടെ, ചിലർ 2026 നിന്റെ വീട്ടിൽ നിന്ന് ആരാധനയ്ക്ക് വരാൻ പോവാ.
കൈയടിച്ചൊന്ന് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് സ്വീകരിച്ചോ. വിടത്തില്ലെന്ന് പറഞ്ഞ ഫറവോന്റെ ശക്തികൾ മുഴുവൻ ഇന്ന് രാവിലത്തെ ആരാധനയെ പൊട്ടി തുടങ്ങാൻ പോവാ. കർത്താവ് എന്നോട് പറയുക, ഈ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോ, ഈ സ്തുതി സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ദൈവത്തിന്റെ ശക്തി നിനക്ക് വേണ്ടി വ്യാപരിക്കുക. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പ് ഈ രാവിലെ നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട്. വിടത്തില്ലെന്ന് പറയുന്ന ഫറവോന്റെ ശക്തിയെ ഭേദിച്ചു നീ പുറത്തു വരാൻ പോകുക. മോശ വടിയെടുത്ത് താഴെ ഇട്ടു. വടി പാമ്പായി. വടി പാമ്പായി. 2026 ബിവറേജ് തുറന്നുകൊണ്ട് എത്ര പാമ്പുകളെ കാണാമെന്നറിയാം. റോഡ് മൊത്തം പാമ്പായിരിക്കും. അത് കേരളത്തിൽ മാത്രമുള്ള കലാരൂപമാണ്. വേറെ ഒരു നാട്ടിലും നമ്മുടെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെ ആളുകൾ മദ്യപിക്കും, പക്ഷെ ഒരാൾ പോലും റോഡ് കണ്ടിട്ടില്ല. ഒന്ന് രണ്ട് അത് വരുമോ ഇതൊന്ന് കഴിഞ്ഞിട്ടാ ഇത്രയും കൂടെ ഒന്ന് പറഞ്ഞിട്ട് വേണ്ട ഒന്ന് കേട്ടെ. എന്ന് വെച്ചാൽ ഈ ന്യൂ ഇയർ ആരാധനയിൽ പൈശാചിക ശക്തികൾ തകരുന്നത്, ഇതിന്മേൽ ഒരു അഭിഷേകം ഇവിടെ വ്യാപരിക്കുന്നുണ്ട്. ആ മോടെ വീട്ടിൽ ഒരു ദുർമരണം നടന്നിട്ടുണ്ട്. അവിടെ വീട്ടിലെ ഒരാള് തീ കൊളുത്തി ചത്തുപോയതാ. ആ ആത്മാവ് അവിടെ മേൽ വ്യാപരിക്കുന്നു. കർത്താവ് എന്നോട് പറയുക, ഞാനിപ്പോ പ്രാർത്ഥിച്ചോണ്ടിരിക്കേ, അവളെ ഒന്ന് പിടിച്ചോ, വാളിനെ പിടിച്ചോ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് കൊല്ലാൻ കയറി വന്ന ആധിപത്യത്തിന്റെ അവിടെ ശരീരത്ത് കുടികൊള്ളുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഈ രാവിലെ പൊട്ടി തുടങ്ങാൻ പോകുക. അഭിഷേകമുള്ള ദൈവദാസന്മാർ, ദൈവമക്കളൊക്കെ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഇതൊരു വിടുതലിന്റെ തുടക്കമായി മാറുക. 2026 തന്നെ അവിടെ നിൽക്കുന്ന ആരെങ്കിലും അഭിഷേകമുള്ള വാളണ്ടിയേഴ്സ് അതിന്റെ തലയ്ക്ക് വെച്ച് പറഞ്ഞ് യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകാൻ പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞാൽ വിട്ടുപോയേ പറ്റത്തുള്ളല്ലോ. നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ലേ. നിങ്ങൾ ആ തലയിലോടൊന്ന് കൈവച്ച് പറഞ്ഞേ, യേശുവിന്റെ നാമത്തിലൊന്ന് വിട്ടുപോകാൻ പറഞ്ഞേ. നിങ്ങൾ പറഞ്ഞ ഇപ്പൊ അത് വിട്ടുപോകും യേശുവിന്റെ നാമത്തിൽ. അവിടെ ശരീരത്തിൽ കുടികൊള്ളുന്ന പൈശാചിക ശക്തിയോട് ഞങ്ങൾ ഒരുമിച്ച് ഇന്ന് രാവിലെ പറയുന്നു, അവിടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകട്ടെ, യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടുവേ. അവിടെ വാളണ്ടിയേഴ്സ് കാണിച്ച എത്ര ഉണ്ട്? 1 2 3 ആണോ? 3 4 3 ആണോ? 4 കൈയടിച്ചു രാമയും പറഞ്ഞ 4 എണ്ണം. 2 മിനിറ്റ് അന്യഭാഷയിൽ ഒന്ന് ആരാധിച്ച് എല്ലാരും കൂടെ അന്യഭാഷയിൽ ആരാധിച്ച ദൈവത്തോട്. അർമ്മമനഘടക സന്തനാധിയാനഘടക അടപ്രബലക സന്തനാധിയാനഘടകസിയ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ മാറിപ്പോ. എനിക്ക് ഇച്ചിരി തിടുക്കത്തിൽ ഈ മെസ്സേജ് തീർക്കേണ്ടതായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. നിങ്ങൾ എന്നെ കേട്ടെ. വിടത്തില്ലെന്ന് പറഞ്ഞ ഫറവോൻ അവൻ തന്നെ നിങ്ങളെ വിടാൻ പോവാ.
വരത്തില്ലെന്ന് പറഞ്ഞ അച്ഛൻ തന്നെ ആരാധനയ്ക്ക് വരാൻ പോവാ. വരത്തില്ലെന്ന് പറഞ്ഞ മോൻ തന്നെ ആരാധനയ്ക്ക് വരാൻ പോവാ. വരത്തില്ലെന്ന് പറഞ്ഞ മോൾ തന്നെ ആരാധനയ്ക്ക് വരാൻ പോവാ. ഒന്നേറ്റെടുത്തൊന്ന് കൈയടിച്ച് ഒന്നേറ്റെടുത്ത് വിടത്തില്ലെന്ന് പറഞ്ഞ ഫറവോൻ തന്നെ. സ്നേഹിതരെ, എന്നാ സംഭവിച്ചെന്നറിയോ? 1 തൊട്ട് 10 ബാധ മിസ്രൈമിലെത്തി. 10ാമത്തെ ബാധയായപ്പോ ഫറവോൻ മോശയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇവിടുന്ന് പോയി തന്നാ മതി. എന്തുവാ? നീ ഇവിടുന്ന് ഒന്നൂടെ ഇവിടുന്ന് വിടത്തില്ലെന്ന് പറഞ്ഞല്ലയോ? വിടത്തില്ലെന്ന് പറഞ്ഞ് ജയിപ്പിക്കത്തില്ലെന്ന് പറഞ്ഞ അച്ഛൻ നിന്നെ ജയിപ്പിക്കും. ഒരാമീൻ പറ. ലോൺ തരത്തില്ലെന്ന് പറഞ്ഞ മാനേജര് ലോൺ തരും. നടക്കത്തില്ലെന്ന് പറഞ്ഞ ഡോക്ടർ നടത്തും. ഇതുവരെ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ് സംഭവിക്കും. ഇതുവരെ സംഭവിക്കത്തില്ലെന്ന് പറഞ്ഞ വില്ലേജ് ഓഫീസർ നിനക്ക് വേണ്ടി കാര്യങ്ങൾ നീങ്ങാൻ പോവാ. എന്നോട് കർത്താവ് പറയുക, ചില നാണയിൽ കുരുങ്ങിക്കിടക്കുന്ന ചില പേപ്പറുകൾ ചലിക്കാൻ പോയാ. കൈയടിച്ചു വന്നേറ്റെടുത്ത് ചില നാണയിൽ കുരുങ്ങിക്കിടക്കുന്ന പേപ്പറുകൾ ചലിക്കാൻ പോയാ. ചില കുടുംബത്തിന് വേണ്ടി ചില നാണയിൽ കുടുങ്ങിക്കിടക്കുന്ന കർത്താവിനോട് പറയുക, ചില നാടയിൽ കുരുങ്ങി കിടക്കുന്ന. ഇത് പറയുമ്പോ ഈ തൂതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം. 2026 നടക്കാത്ത വിവാഹങ്ങൾ നടക്കാൻ പോയാ. കൈ ഉയർത്തി ഒരാമീൻ പറഞ്ഞേ. 2026 ചില ജോലി സംബന്ധമായ വഴികൾ തുറക്കാൻ പോകയാ. 2026 ചില പണികൾ തുടങ്ങാൻ പോകയാ. 2026 ചില സൗഖ്യങ്ങൾ നടക്കാൻ പോകയാ. ഒരു വാക്കൂടെ, ആര് വിലങ്ങുതടിയായോ അവൻ തന്നെ നിന്നെ പറഞ്ഞു വിടും. കൈകൊടുത്ത് പറ, കൈകൊടുത്ത് പറ. ആര് വിലങ്ങ് തുടങ്ങിയായോ അവര് തന്നെ പറഞ്ഞു വിടും. എല്ലാരും കൈ കൊടുത്തില്ല. 1-2 പേർ കൂടെ ഒന്ന് കൈ കൊടുത്ത് പറഞ്ഞേ. ആര് ഈ കൈ കൊടുക്കുന്ന എന്തിനാന്നറിയാമോ? ഉറങ്ങിയോ എന്നറിയാനാ. കൈ കൊടുക്കുമ്പോ ഇപ്പൊ ഒരു ഞെട്ടലുണ്ടെങ്കിൽ അമ്മമ്മ ഉറങ്ങുമായിരുന്നു. 3-ാം സ്വർഗം വരെ പോയിട്ട് കുഴപ്പമില്ല. ഇത്രയൊക്കെ ഉണർന്നിരുന്നില്ലയോ? എത്ര മണിയായി? 1-2 ഇല്ലയോ? 1-2 1-5 3 മിനിറ്റ് കൂടുതലായി എന്നെക്കാളും. കുഴപ്പമില്ല, 3 അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കേക്ക്. നേരത്തെ നിർത്തിക്കോട്ടെന്ന് വിചാരിച്ച പാവം പറഞ്ഞ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാമല്ലോ. ഇന്ന് വിടുകയല്ല. എല്ലാരും ഉണ്ടോ? പുള്ളി കൈ കാണിച്ച് അവിടെ ചെന്നാലും ഉറക്കമില്ല വാസ്ത്ര എന്ന. ഞാനൊന്നും പറയണ്ടെന്ന് വിചാരിച്ച നിങ്ങളെ കൈയൊന്നും പൊക്കി ഒരു ആമീൻ പറഞ്ഞേരെ. അതാണ് ബാക്കി പറയാൻ പോവാ. കേക്ക് ബാക്കി പറയാൻ പോവാ. ഫറവോൻ തുള്ളിക്കൊണ്ട് പറഞ്ഞു പൊക്കോളാൻ. ഒരാമീൻ പറ. ഇതിന് 3 ആഴ്ച മുമ്പ് ദൈവം വാണിംഗ് കൊടുത്തു. എല്ലാ വീട്ടിലും ആടിനെ അറുത്തോണം. നിന്റെ വീട്ടിൽ ഒരു പുറപ്പാട് നടക്കാൻ പോകുകയാ. ദൈവം ചിലർക്ക് ചില സൈൻ തരാൻ പോകുകയാ. ചില കുടുംബത്തിന് ചില സൈൻ തരാൻ പോകുകയാ. ചില വ്യക്തികൾക്ക് ചില സൈൻ തരാൻ പോകുകയാ. ചില ദിവസങ്ങളായി ചില ആളുകൾക്ക് ദൈവം സൈൻ തരാൻ പോകുകയാ. നിന്റെ മക്കൾക്കൊരു ഉയർച്ച ഉണ്ടാകാൻ പോവാ. നിന്റെ കുടുംബത്തിനൊരു ഉയർച്ച ഉണ്ടാകാൻ പോവാ. സഭകൾ ഉയരാൻ പോകുകയാ. ദൈവത്തിന്റെ പ്രാർത്ഥന നടക്കാൻ പോകുകയാ. അഭിഷക്ത ഒരു പുറപ്പാട്. അങ്ങനെ ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ അവർ സമ്പന്നരായിട്ടാണ് പുറപ്പെട്ടെ. 2 പേർക്ക് കൈ കൊടുത്ത് പറ, സമ്പന്നരായിട്ടാണ് പുറപ്പെട്ടത്. അത്യാവശ്യം അനുഗ്രഹിക്കപ്പെടണം എന്ന ആഗ്രഹമുള്ളവരൊന്ന് കൈപൊക്കി കാണിച്ചു. എന്നോട് കൈ ശരിക്കൊന്ന് പൊക്കി. എല്ലാരും പൊക്കി. താതിട്ടോ. ഇനി കാശ് വേണ്ട എന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കാശ് എനിക്ക് തന്നേരാ. ഒരു കുഴപ്പമില്ല. നമുക്കാണ് ഒത്തിരി പണിയുണ്ടല്ലേ. ഈ വർഷം നമുക്ക് ഓൾഡ് ഏജ് ഹോം പണിയണം. അതിന്റെ കൂടെ എന്തോ നമ്മൾ ചെയ്യുന്നേ? ഒരു റിട്ടയർമെന്റ് ഹോം. ഞാൻ എപ്പോഴും മറന്നു പോകും. എന്നെ റിജോൺ ഓർപ്പിക്കുന്നേ. ഇന്ന് റിജോണ് ഭാര്യയും പിള്ളേരും കൊണ്ടെല്ലാം വന്നിട്ടുണ്ട്.
റിജോൺ എന്നോട് പറഞ്ഞ് ലോകത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ളത് എൻ്റെ പെണ്ണുമ്പിള്ളയാ. അവളെ കേൾക്കാൻ വേണ്ടി പറഞ്ഞാണ്. അങ്ങനെ ഒരു കുടുംബകലം ഉണ്ടാവത്തില്ലല്ലോ എന്ന് വിചാരിച്ചാ ബാക്കി പറയാൻ തുടങ്ങുക. ചിലർക്ക് ഭാര്യയെ ഭയങ്കര പേടിയാണ്. അങ്ങനെ ഒരു ചേട്ടൻ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ ചെന്നു. സൈക്കോളജിസ്റ്റ് പറഞ്ഞു, സാറേ എനിക്ക് സൂസമ്മയെ കാണുമ്പോൾ മുട്ടടിക്കും. കല്യാണം കഴിഞ്ഞന്ന് മിന്ന് കെട്ടിയപ്പോൾ തുടങ്ങിയ വിറയല, ഇപ്പോഴും സൂസമ്മയുടെ പറയുമ്പോൾ പുള്ളിക്ക് വരയ്ക്കും. അപ്പോൾ പുള്ളി പറഞ്ഞു കുടിക്കൂന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കുടിക്കത്തില്ല. പുള്ളി വലിക്കൂന്ന് ചോദിച്ചു. ഇല്ല വലിയില്ല, കുടിയൊന്നുമില്ല. അന്നേരം പറഞ്ഞു ഇന്ന് വീട്ടിലോട്ട് ചെന്ന് പിന്നെ കുടിച്ച പോലെ അഭിനയിക്കണം. അതിന് നമ്മൾ മിടുക്കരാന്നല്ലോ. കുടിച്ച പോലെ അഭിനയിക്കണം. എന്നിട്ട് പറയേണ്ട വാചകമൊക്കെ പറഞ്ഞു കൊടുത്തു. പുള്ളി ഒരു 7-7:30 ആയപ്പോൾ വീടിൻ്റെ മുമ്പിൽ ചെന്ന് മുണ്ട് പൊക്കി കുത്തി തോർത്തഴിച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു ഇറങ്ങി വാടി സൂസമ്മയെന്ന്. ആര് പറഞ്ഞു? സൈക്കോളജിസ്റ്റ് പറഞ്ഞ. 7 മണിക്കുള്ള കരണ്ട് പോയ സമയം പുള്ളിക്കാരി ദോശ ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ചട്ടുവും കൊണ്ടാ വന്നേ. പുള്ളി മിറ്റത്തോട്ടിരുന്നു. ഇരുന്നിട്ട് പറഞ്ഞു പുല്ലാണേ സൂസമ്മ പുല്ലാന്നേന്ന് പറയാൻ വന്ന. പുള്ളി പറഞ്ഞു മുറ്റം മുഴുവൻ പുല്ലാണേ. മിണ്ടുന്നില്ല. 2025 സന്തോഷം, 24 സന്തോഷമായില്ലേ? ഇനി ചിലരിങ്ങനൊക്കെ ധൈര്യത്തോടിരിക്കുന്നത് തന്നെ ഒരു ഭാഗ്യ. ഒരാമീൻ പറ. ഇവരുള്ളത് നമ്മുടെ ഒരു കൃപയാ. ഒരു സ്വോത്രം പറ. ഇല്ല സുരേഷ് പാസ്റ്ററെ? മാത്യു പാസ്റ്റർ എന്തോ പറയുന്നു? മിണ്ടുന്നില്ല. കൊച്ചു മാത്യു പാസ്റ്റർ പെണ്ണുമ്പിള വന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഉണ്ടോ? വെളിയിലാന്നോ? പുള്ളി കാണിക്കത്തില്ല. ഇവിടെ ഉണ്ട്. അതാ ബാക്കി പറയാൻ തുടങ്ങാം. നിങ്ങൾ കേൾക്ക. അങ്ങനെ ബറവോൻ അവിടുന്ന് പറഞ്ഞു പൊക്കോളം പറഞ്ഞു. എങ്ങോട്ട് പോകാൻ? എന്തോത്തിന് പോവാ? ആരാധിക്കാൻ. ഒരാമീൻ പറ. പോന്നപ്പോ സമ്പന്നരായിട്ടാ പോന്നേ. 2026 ചില സമ്പന്നരാകും. ഒരാമീൻ പറ. ചിലരെ ദൈവം നന്മ കൊണ്ട് അലങ്കരിക്കാൻ പോകുകയാ. നിന്റെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയാൻ പോവാ. സുരേഷ് പാസ്റ്ററെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയാൻ പോവാ. അഭിഷക്തന്മാരെ നിങ്ങളെ ദൈവം നിറയ്ക്കാൻ പോവാ. ഞങ്ങളുടെ കൂടെ ഉള്ള അഭിഷക്തന്മാർക്കല്ല, സ്വന്തമായി വീട് കിട്ടട്ടെ, എല്ലാവർക്കും വണ്ടി കിട്ടട്ടെ, എല്ലാവരും സുവിശേഷ വേലയിൽ വർദ്ധിക്കട്ടെ. നമുക്ക് പുതുതായിട്ട് ജർമ്മനി എന്ന് വരെ നമ്മൾ ആളിനെ ഇറക്കി. ഒരു സ്വതന്ത്രം പറ. ഈ പ്രാവശ്യം ജർമ്മനി നമ്മൾ ഇറക്കിയത് മലയാളിയാ. അടുത്ത പ്രാവശ്യം ജർമ്മനിന്ന് ജർമ്മൻകാരെ ഇറക്കും നമ്മള്. നിങ്ങൾ കൈയടിച്ചൊരു സ്വതന്ത്രം ഒരു വഴിക്ക് പോകുന്നല്ലേ? നീ ആര് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന? മാത്യു പാസ്റ്റർ പകുതി ട്രാൻസ്ലേറ്റ് ചെയ്യും, ബാക്കി ഞാനും പറയും. ഒരാമയും പറ. പിന്നെ അങ്ങനെ ബാക്കി പറയാൻ പോവാ. നിങ്ങൾ കേൾക്ക. ഈ ജർമ്മൻകാർക്ക് ജർമ്മനെ അറിയില്ലയോ? ഉണ്ട്. പിന്നെ ഞങ്ങളുടെ പിള്ളേർ ഇഷ്ടം. ഞങ്ങളുടെ ഷീബയൊക്കെ ജർമ്മൻ മാത്രമേ പറയൂ. ബിജു എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞ അവരുടെ വീട്ടിൽ ഇപ്പൊ ജർമ്മൻ മാത്രമേ പറയുന്നില്ല. പോട്ടെ. എന്നാലും കേൾക്ക. ഈ പിള്ളേർ ജർമ്മനി തന്തയ്ക്ക് വിളിക്കുവന്നത് ആർക്കറിയാം? നമുക്ക് ജർമ്മനി വല്ലതും അറിയാം? ഒന്നും അറിയാം. കഴിഞ്ഞ ദിവസം ഒരുത്തൻ എങ്ങാണ്ട് പോയിട്ട് തിരിച്ചു വന്ന് അവനെ ആരാണ്ട് വലിയ മുഖസ്തുതി കാര്യം പറഞ്ഞാണ്. അവൻ റെക്കോർഡ് കൊടുത്ത് നാട്ടിൽ കൊണ്ടുവന്നു. ഒരാളെ കേൾപ്പിച്ചു. തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുമായിരുന്നു. പോട്ടെ. ഇനി ബാക്കി ഭാഷ അറിയത്തില്ല, അങ്ങനെയൊക്കെ പ്രശ്നം. ബാക്കി കേട്ടോ. മോശയുടെ കാര്യം പറയുക. ഇവരെല്ലാം കൂടെ പോവാ. എങ്ങോട്ട് പോവാ? ആരാധിക്കാൻ. എങ്ങോട്ട് പോവാ? ആരാധിക്കാൻ ഇറങ്ങിയവന് മന്ന ഉണ്ട്. കൈ കൊടുത്ത് പറ. മന്ന ഉണ്ടെന്ന് പറ. മന്ന ഉണ്ട്. ആരാധിക്കാൻ ഇറങ്ങിയവന് തീക്കനലിൽ നിന്നുള്ള വെള്ളമുണ്ട്. തീക്കൽപ്പാറയിൽ നിന്ന് ദൈവം വെള്ളം പുറപ്പെടുവിച്ചു തരും. നിന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന തീക്കൽപ്പാറകളെ എന്റെ ദൈവം പിളർക്കാൻ പോകുകയാ. 2026 ചില തീക്കൽപ്പാറകളെ എന്റെ ദൈവം പിളർക്കാൻ പോകുകയാ. 2026 ചില മാറകളെ എന്റെ ദൈവം മധുരമാക്കാൻ പോകുകയാ. ഇതുവരെ കൈപ്പന്ന ആളുകൾ പറഞ്ഞതിന് മുഴുവൻ എന്റെ ദൈവം മധുരമാക്കാൻ പോകുകയാ. ആരാധിക്കാൻ ഇറങ്ങിയവന് ഉടുപ്പ് കിട്ടും. ഒരാമയും പറഞ്ഞില്ല. എന്താ? കൈ കൊടുത്ത് പറ. ഉടുപ്പ് കിട്ടുമെന്ന് പറ. ഉറങ്ങുമെന്നൊന്ന് അറിയാൻ ഒന്നുകൂടെ കൈ കൊടുത്ത് നോക്കിയേ. എല്ലാരും ഇടത്തും വലത്തിരിക്കുന്നൊക്കെ എല്ലാം കൈ കൊടുക്കുക. എല്ലാവർക്കും 2 പേർക്കെല്ലാം കൊടുക്കണം കയ്യ. ഉറങ്ങും. കൈ കൊടുക്കുക. അവന് കൊടുക്കുക കയ്യ. അവന് ഉറങ്ങുവാന്ന് തോന്നുന്നു. സ്റ്റാൻഡില്ല, താഴെ പോകും. പിടിച്ചുകൊണ്ടിരിക്കണം. കൈപൊക്കി ഒരു സ്വത്രം പറഞ്ഞേ. ദണ്ട് ബാക്കി പറയാൻ പോവാ. നിങ്ങൾ കേട്ടേ? എന്തോ കിട്ടും പാസ്റ്ററെ?
ഈ ഉടുപ്പിന് ഒരു പ്രത്യേകത ഉണ്ട്, ഇത് വളരുന്ന ഉടുപ്പാ. 5-ാമത്തെ വയസ്സിലിട്ട് ഉടുപ്പാണ്. 55 വയസ്സായിട്ട് ചാക്കോച്ചാൻ ഉടുപ്പ് ഊരിയിട്ടില്ല. പണ്ടത്തെ ഉടുപ്പായി ഇപ്പോഴും വളരുന്ന ഉടുപ്പ്, വളരുന്ന ചെരുപ്പ്, നശിക്കാത്ത ആഹാരം. നമ്മളോട് ആൾക്കാർ ചോദിക്കത്തില്ലേ അമേരിക്കന്ന് വരവുണ്ടോന്ന്? അച്ഛാ ഇത് അമേരിക്ക എന്നല്ല, സ്വർഗത്തിൽ നിന്നാ. കൈ കൊടുത്ത് പറ അമേരിക്ക എന്നല്ല, സ്വർഗത്തിൽ നിന്നാ പറ. ഈ പെന്തിക്കോസുകാരെ എല്ലാരും പറയുന്നത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കളിയാക്കൽ കിട്ടിയ ഒരു ഭക്ഷ്യവസ്തുവാണ് കപ്പ. കപ്പ ഇല്ലയോ? അതുകൊണ്ട് ദൈവം കപ്പ ഉയർത്തി എവിടെന്ന് പറയാ, എല്ലാ 5 സ്റ്റാർ ഹോട്ടലിലും ഇപ്പൊ കപ്പ സ്പെഷ്യലാ ഇല്ലയോ? കപ്പ ബിരിയാണി, പിന്നെ നിങ്ങൾ ബാക്കിയൊക്കെ പറഞ്ഞോ, എനിക്കറിയത്തില്ല. എനിക്ക് ബിരിയാണി കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ആരാണ്ട് വീട്ടിൽ ഇരുന്ന് പറഞ്ഞു കപ്പ ബിരിയാണി കൊള്ളാവുന്നു. അത് കേട്ടോണ്ട് ഞാനങ്ങ് പറഞ്ഞ കപ്പ വരെ ദൈവം കപ്പയ്ക്ക് മാത്രമല്ല, അല്ല ബിരിയാണിക്കല്ല, കപ്പ ഉയർത്തിയെന്ന് പറഞ്ഞ നമ്മളെ കളിയാക്കിയോണ്ടാണ്. പറയത്തില്ലയോ കപ്പയുള്ള വീട്ടിൽ യോഗം കൂടണമെന്ന്? അച്ഛാ ഇപ്പൊ കപ്പയൊന്നും കഴിക്കാൻ വയ്യ, ബിരിയാണി പോലും കഴിക്കുന്നില്ല. പിന്നെ കൈ കൊടുത്ത് പറ, ഇപ്പൊ ബിരിയാണി പോലും കഴിക്കുന്നില്ല. ബാക്കി പറയാൻ തുടങ്ങാം. നിങ്ങൾ കേക്ക്, ഈ ഞങ്ങളെയൊക്കെ കണ്ടാലേ എന്നോടൊരാൾ ചോദിച്ചു, ഈ ചുമന്ന് തൂർത്തിരിക്കുന്ന കുങ്കുമപ്പൂ ഗർഭിണിയായപ്പോ അമ്മ, ഞങ്ങളുടെ അമ്മ കരിക്ക് കഴിച്ചിട്ടില്ല, പിന്നെ കുങ്കുമപ്പൂ. സത്യമായിട്ട് ഉള്ള കാര്യ. ഇത് കുങ്കുമപ്പൂ ഒന്നുമില്ല, ഇത് കൃപയാ. ഇത് കുങ്കുമപ്പൂ അല്ല, ഇത് ദൈവത്തിന്റെ കൃപയാ. അമ്മമ്മേ വയറ്റി കൊച്ചുള്ളപ്പോ കൈവച്ചങ്ങ് പ്രാർത്ഥിച്ചോണം, കർത്താവേ ഇത് സുന്ദരിയായിട്ട് പറക്കട്ടെ. ഒരു മിനിറ്റ് കൂടെ. മോശയുടെ അമ്മ എന്തോ കഴിച്ചിട്ടാ മോശ സുന്ദരനായിട്ടിരിക്കുന്നേ? മോശയുടെ അമ്മ എന്തോ കഴിച്ചിട്ടാ? അന്ന് അടിമകളല്ലയോ? വല്ലതും കഴിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ കഴിക്കാൻ വല്ലതും ഉണ്ടോന്ന്? ഇല്ല. പക്ഷെ എന്നാലും ബൈബിള് പറഞ്ഞു മോശ അടിപൊളിയായിരുന്നെന്ന്. കൈ കൊടുത്ത് പറ അടിപൊളിയായിരുന്നെന്ന് പറ. ചിലരെ സുന്ദരരായിട്ടിരിക്കുന്ന കാണുമ്പോൾ ഒരു ചോദിച്ചില്ല, നിന്റെ കാര്യം പോക്കാ, സമയമില്ല. ഇന്ന് നല്ല കാര്യം മാത്രമേ പറയാം. 1:15 കത്രിമേശ നടത്തണം. സന്തോഷമില്ലയോ നിങ്ങളുടെ? ഒരു ജില്ലയിൽ നിൽക്കുമല്ലയോ? മതി, പറഞ്ഞു നിർത്താൻ പോവാ. ഭറവോന്റെ കാര്യം പറഞ്ഞവൻ ക്ലോസ് ചെയ്തേക്ക. അത്രേ പറയാൻ നിവർത്തിയുള്ളൂ. അടുത്ത ഞായറാഴ്ച ബാക്കി പറഞ്ഞോളാം കേട്ടോ. ഇവര് 10ാമത്തെ ബാധ കഴിഞ്ഞപ്പോഴേക്കും സമ്പന്നരായി മിസ്രൈമിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. ദൂത് നിന്നെ പിടിച്ചു വെച്ചത് 2026 പൊട്ടും. 400 വർഷത്തെ ശാപം പൊട്ടിപ്പോകും. 2026 ചില ശാപങ്ങൾ അനുഗ്രഹമായി മാറാൻ പോകുകയാ. ചില പ്രതിശാപങ്ങളെ എന്റെ ദൈവം അനുഗ്രഹമാക്കാൻ പോകുകയാ. നീ ശാപത്തിന്റെ കീഴിലല്ല. എന്നോട് കർത്താവ് പറയുക, നീ ശാപത്തിന്റെ കീഴിലല്ല. അവരൊരുമിച്ച് പുറപ്പെട്ടു. സമയമില്ലാത്തതുകൊണ്ട് ഒരുമിച്ച് പുറപ്പെട്ടു. അവരുടെ മുൻപിൽ ഒരു തടസ്സം വന്നു. ചെങ്കടൽ അവരുടെ മുമ്പിൽ തടസ്സം വന്നു. ദൈവം ചെങ്കടലിന്റെ മുമ്പിൽ കൊണ്ടുവന്നിട്ട് ഒരു ചെറിയ പരിപാടി കർത്താവ് ദൂത് കേട്ടോണം. ഇന്ന് രാവിലെ നീ അഭിമുഖീകരിക്കുന്ന ചെങ്കടൽ ഒരത്ഭുതമായിട്ട് മാറും. ഫറവോൻ അവിടുന്ന് സൈന്യാധിപന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, അവര് പോയിട്ട് കുറച്ചു ദിവസമായി, നമുക്കവരെ തിരിച്ചു പിടിക്കണം. ഇന്ന് രാവിലെ ദൂത് കേട്ടോ, നിന്നെ അടക്കാൻ ഇറങ്ങി തിരിച്ചതാ. പക്ഷെ ചെങ്കടലിന്റെ കരയിൽ വെച്ച് ഫറവോന്റെ അടക്കം നടത്തിയിട്ട് നീ കരകയറത്തുള്ളൂ. ഇന്ന് രാവിലെ കർത്താവ് പറയാ, നിന്റെ കുടുംബത്തെ കൊന്നു മുടിക്കാൻ ഇറങ്ങി തിരിച്ച ഫറവോന്റെ ശക്തിയെ കൈയടിച്ച് ഏറ്റെടുത്തോ. ഈ രാവിലെ അത് നടക്കാൻ പോയാ. ഈ ആരാധന നടക്കുമ്പോ നിങ്ങൾക്ക് എഴുന്നേറ്റോ, ഇരുന്നോ, കൈയടിച്ചോ ഒക്കെ ഏറ്റെടുത്തോ. ഞാൻ അവസാനിപ്പിക്കാൻ പോയാ. ഈ ആരാധന നടക്കുമ്പോൾ ചില വീട്ടിലേക്ക്
കൊല്ലാൻ ഇറങ്ങി വന്ന ഭറവോന്റെ ശക്തി നീ ചത്തു വീർക്കുന്ന കാണാനായി ഇവർ ഇറങ്ങിയതാ. പക്ഷെ 2026 പ്രാരംഭത്തിൽ ഞാൻ പറയുന്നു, നീയോ നിന്റെ കുഞ്ഞോ നിന്റെ ഭർത്താവോ നിനക്കുള്ള ഒന്നും ശത്രു നിന്നെ തൊടുകയില്ല. ഇന്ന് കണ്ട ഫറവോന്റെ ശക്തികളെ നീ ഒരു നാള് കാണുകയില്ല. ഇന്ന് കണ്ട മിസ്രൈമ്യനെ നീ ഒരു നാള് കാണുകയില്ല. കൈയടിച്ച് ഉറച്ചൊന്നാമീൻ പറഞ്ഞ് ഇന്ന് കണ്ട മിസ്രൈമ്യനെ നീ ഒരു നാള് കാണുകയില്ല. 2026 ചിലതിനെ അടക്കാൻ ദൈവം നിനക്ക് അഭിഷേകം തരും. അത് വിശ്വസിച്ച് കൈയൊന്നു വീശി ഒരു ആമീൻ പറഞ്ഞു.